പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസിയോ 2020 ഷെക്കേന ടെലിവിഷൻ ചാനലോട് ചേർന്ന് KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ മാസം നമുക്കറിയാം പ്രേഷിത മാസമാണ്, മിഷൻ മാസമാണ്. കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ മാസത്തെ ഫ്രാൻസിസ് പാപ്പ അസാധാരണ പ്രേഷിത മാസമായി ആചരിക്കാൻ ആവശ്യപ്പെട്ടു. അതിനോടനുബന്ധിച്ച് പ്രൊക്ലമേഷൻ കമ്മീഷൻ അങ്ങ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വിവിധ രൂപതകളിൽ മിസിയോ 2019 എന്ന പേരിൽ വലിയ കോൺഫറൻസുകളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തു. ഈ വർഷം മിസിയോ 2020 ഷെക്കേന ടെലിവിഷൻ ചാനലിനോടൊപ്പം ചേർന്ന് കേരള സഭ KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ നിങ്ങളുടെ മുൻപിൽ ഒത്തിരി ആദരവോടെ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരുക്കമായി നമുക്കെല്ലാവർക്കും ഇപ്പോൾ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ഒന്ന് ചേർന്നൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന്, ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന്, കേരള സഭയോട് ചേർന്ന്, KRLCBCയോട് ചേർന്ന്, കേരള പ്രൊക്ലമേഷൻ കമ്മീഷനോട് ചേർന്ന്, ഷെക്കേന ടെലിവിഷൻ ചാനലിനോട് ചേർന്ന് മിസിയോ 2020 കർത്താവ് ഈശോയെ ഏറ്റെടുക്കണമേ. ഇവിടെ നടക്കുന്ന സ്തുതിപ്പുകള്, വചന പ്രഘോഷണങ്ങള്, അവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഭിവന്യ പിതാക്കന്മാര്, അഭിവന്യ വൈദികര്, ആത്മായ ശുശ്രൂഷകര് എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഈ പ്രേക്ഷിത മാസത്തോട് ചേർന്ന്, ഈ മിഷൻ മാസത്തോട് ചേർന്ന്, ഈ മിഷൻ മാസത്തിലെ വിശുദ്ധരോട് ചേർന്ന്, വിശുദ്ധ കൊച്ചുത്രേസ്യയോട് ചേർന്ന്, ഫ്രാൻസിസ് സേവറിനോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സഭയെ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. സഭയിൽ അനേക വചന പ്രഘോഷണരെ അവിടെ ഉയർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ പ്രേക്ഷിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഷെക്കേന ടെലിവിഷൻ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കേരള സഭ ഉണരട്ടെ, കേരള സഭ ഉണരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന യേശുവേ ആരാധന യേശുവേ. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് കേരള സഭയെ ഉണർത്താൻ, ലോക സഭയെ ഉണർത്താൻ അഭിഷേകത്തോടെ ഈ ഗാന ശുശ്രൂഷയിൽ പങ്കുചേരാം. രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ യേശുനാമത്തിൽ.
ഇടവക ഉണരട്ടെ, രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ, യേശുനാമത്തിൽ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. ഇടവക ഉണരട്ടെ, രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ, യേശുനാമത്തിൽ. ഇടവക ഉണരട്ടെ, രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ, യേശുനാമത്തിൽ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 പ്രൊക്ലമേഷൻ, പ്രൊക്ലമേഷൻ, ഭാരത സഭയുടെ പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ, പ്രൊക്ലമേഷൻ, ഭാരത സഭയുടെ പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ, പ്രൊക്ലമേഷൻ, കേരള സഭയുടെ പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ, പ്രൊക്ലമേഷൻ, കേരള സഭയുടെ പ്രൊക്ലമേഷൻ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ, ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. ഇടവക ഉണരട്ടെ, രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ, യേശുനാമത്തിൽ. ഇടവക ഉണരട്ടെ, രൂപത ഉണരട്ടെ, ധ്യാന ടീമുകൾ ഉണരട്ടെ, യേശുനാമത്തിൽ. അഗ്നിയിറങ്ങട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ.
അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അഗ്നിയിറങ്ങട്ടെ, തീഷ്ണത നിറയട്ടെ, ദൈവവചനം ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ. ദൈവവേല ചെയ്യുവാനായി എന്നെ ഉണർത്തണമേ. കേരളം നിന്റേതാണ് യേശുവേ, ഭാരതം നിന്റേതാണ് യേശുവേ, ലോകം മുഴുവൻ നിന്റേതാണ് യേശുവേ. ദൈവവേല ചെയ്യുവാനായി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേരള സഭ സമർപ്പിച്ചുകൊണ്ട് കേരള സഭയിലെ ഗായകരുടെ വചന പ്രഘോഷകരുടെ എല്ലാ ശുശ്രൂഷകളുടെ ഈ മിഷൻ മാസത്തില് പരിശുദ്ധാത്മാനം നിറയട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാര്, ഞങ്ങളുടെ വൈദികര്, ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, ആത്മായ ശുശ്രൂഷകര്, കരിസ്മാറ്റിക്കുകാര്, പ്രൊക്ലമേഷൻ കമ്മീഷനിലെ ഓരോരുത്തരെയും കർത്താവേ കേരള സഭയെ ഉണർത്തണമേ, ലോകസഭയെ ഉണർത്തണമേ. ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സഭ ഉണരട്ടെ, സഭ ശക്തി പ്രാപിക്കട്ടെ, വചന പ്രഘോഷ ശക്തി പ്രാപിക്കട്ടെ, സുവിശേഷ അഭിഷേകം കൊണ്ട് ലോകം മുഴുവൻ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മിഷൻ മാസത്തിൽ, ഈ ഒക്ടോബർ മാസത്തിൽ മിസിയോ 2020 ആദ്യത്തെ വിഷയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് KRLC-BC പ്രൊക്ലമേഷൻ കമ്മീഷൻ ചെയർമാൻ അഭിവന്യ സെൽവെസ്റ്റർ പൊന്നുമുത്തൻ പിതാവാണ്. പുനല്ലൂർ രൂപത അധ്യക്ഷനാണ് അദ്ദേഹം. നമുക്കെല്ലാവർക്കും അറിയാം, ലാളിത്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശുദ്ധിയുടെ വലിയൊരു അടയാളമാണ്. കേരള സഭയെ, പ്രത്യേകിച്ച് പ്രൊക്ലമേഷൻ കമ്മീഷനെ നയിക്കുന്നത് അഭിവന്യ പിതാവാണ്. ഇന്നത്തെ വിഷയം ഇതാണ്: സുവിശേഷം എല്ലാവർക്കും. ഈ വിഷയം തിരഞ്ഞെടുത്തത് തന്നെ അഭിവന്യ സിൽവസ്റ്റർ പിതാവാണ്. പിതാവ് ഈ വിഷയം ഞങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ ഇങ്ങനൊരു വിഷയമായിരിക്കണം ഈ മിഷൻ മാസത്തിൽ നാം എല്ലാവരും ധ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് ഒരു കഥയാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇതൊരിക്കലും ഒരു വൈദികൻ വളരെ ധൃതിയിൽ അങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഒരു യുവാവ് ആ വൈദികനോട് ചോദിച്ചു, ഫാദർ എന്തിനാണ് ഇത്ര ധൃതിയിൽ, എങ്ങോട്ടാണ് ഫാദർ പോകുന്നത്? അപ്പോൾ ആ വൈദികൻ പറഞ്ഞു, മോനെ, ഞാനൊരു ദ്വീപിലേക്ക് മിഷൻ പ്രവർത്തനത്തിന്, പ്രേക്ഷിത പ്രവർത്തനത്തിന് പോവുകയാണ്. അപ്പോൾ ആ യുവാവ് വളരെയധികം താല്പര്യം കാണിച്ചപ്പോൾ ആ വൈദികൻ തൻ്റെ അനുഭവം പറയുകയുണ്ടായി. മോനെ, വർഷങ്ങൾക്ക് മുൻപ് ആ ദ്വീപിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ, സഹോദര വൈദികനും കൂടി ഞങ്ങളവിടെ വചനം പ്രഘോഷിക്കാൻ, സുവിശേഷം പ്രഘോഷിക്കാൻ പോയി. എന്നാൽ അവിടെയുള്ള ജനങ്ങൾ നരഭോജികളായിരുന്നു. അവർ ഞങ്ങൾ രണ്ടുപേരെയും പിടികൂടി. എൻ്റെ കൂട്ടുകാരൻ വൈദികനെ അവർ കൊന്നു തിന്നു. എന്നെ അന്ന് കൊല്ലാതെ, തിന്നാതെ എന്നെ അവർ പറഞ്ഞു വിട്ടു. അതിന് കാരണം എൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു, മുറിവുകളായിരുന്നു.
പ്രിയ യുവാവേ, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ആ മുറിവുകളൊക്കെ ഉണങ്ങപ്പെട്ടു. ഇപ്പോൾ വ്രണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മടങ്ങി ആ ദ്വീപിൽ സുവിശേഷം പ്രഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ യുവാവ് വളരെയധികം ശ്രദ്ധയോടുകൂടി, ഫാദർ അവിടെ പോയാൽ ഫാദറിനെ അവർ തിന്നില്ലേ? അപ്പോൾ ആ മിഷണറി വൈദികൻ ആ യുവാവിന് കൊടുത്ത ഉത്തരമാണ്, മോനെ, ഞാൻ അവിടെ പോയി വചനം പ്രഘോഷിച്ചില്ല എങ്കിൽ ആ ദ്വീപിലുള്ള നരഭോജികൾക്ക് ആര് സുവിശേഷം പകരും? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ എല്ലാവരുടേതുമാണ്. കർത്തവൻ്റേതാണ്, വെളുത്തവൻ്റേതാണ്, പണക്കാരൻ്റേതാണ്, പാവപ്പെട്ടവൻ്റേതാണ്, പാപിയുടേതാണ്, വിശുദ്ധൻ്റേതാണ്. അതുകൊണ്ടാണ് ചുങ്കക്കാരോടും പാപികളോടും ഒപ്പം നിന്ന് വചനം പറഞ്ഞ കർത്താവ്. വ്യവസ്ഥകളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന കർത്താവ്. ഈ വചനമാണ്, ഈ സുവിശേഷമാണ് എല്ലാവർക്കുമായി നൽകപ്പെട്ടിരിക്കുന്നത്. അഭിവന്യ സൂസാപ്പാക്യം പിതാവ് തിരുവനന്തപുരം രൂപത അതിരൂപത മെത്രാപ്പോലീത്തയാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഉജ്ജീവന സങ്കീർത്തനം. ഈ പുസ്തകത്തിൽ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഒരു ഇടയലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ഇടയലേഖനത്തിൽ പറയുകയാണ്, ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വിശ്വാസം ലഭിച്ചിട്ടും ചില സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ നിമിത്തം തങ്ങൾക്ക് ലഭിച്ച സുവിശേഷം വചനത്തെ എല്ലാവരുമായി പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സുവിശേഷം വചനം നമുക്ക് ദാനമായി ലഭിച്ചതാണ്. പ്രേക്ഷിത ചൈതന്യം നമുക്ക് ദാനമായി ലഭിച്ചതാണ്. ഇതെല്ലാവരുമായി പങ്കുവയ്ക്കാൻ ദൈവം നമ്മളെല്ലാവരും വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ വിഷയം സുവിശേഷം എല്ലാവർക്കും എന്നത് അവതരിപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സഭയിലെ പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ചെയർമാനായ അഭിവന്യ സിൽവസ്റ്റർ പൊന്നുമുത്തം പിതാവാണ്. നമുക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പൊന്നുമുത്തം പിതാവിൻ്റെ ആ വചനങ്ങൾ കേൾക്കാനായി നമുക്ക് കാതോർക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയിൽ എനിക്കത്രയും സ്നേഹം നിറഞ്ഞവരെ, കേരള റീജൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രൊക്ലമേഷൻ കമ്മീഷൻ നേതൃത്വം നൽകുന്ന ധ്യാന പ്രോഗ്രാമാണ് മിസ്സിയോ 2020. ഏവർക്കും അറിയാവുന്നതുപോലെ ഒക്ടോബർ മാസം ജപമാല മാസമാണ്, പ്രേക്ഷിത മാസവുമാണ്. സ്വയമേ പ്രേക്ഷിതയായ സഭ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് ഈ ധ്യാന ചിന്തകൾ 10 ദിവസങ്ങളായിട്ട് നടത്തുകയാണ്. അതിന് സഹായിക്കുന്ന ഏവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ഗ്രാൻഡ് കോൺഫറൻസ് നടത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലും ഈ കമ്മീഷൻ്റെ സെക്രട്ടറിയായ അലോഷ്യസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ധാരാളം ദൈവമക്കൾക്ക് വചനം കൊടുക്കുവാനായിട്ട് ദൈവം അവസരം നൽകി. മഹാമാരിയുടെ ഈ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഷെക്കീന TV ചാനലിലൂടെ കർത്താവിൻ്റെ നിയോഗപ്രകാരം നടത്തുന്ന മിസ്സിയോ 2020 അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
സുവിശേഷത്തെ ആസ്പദമാക്കി ഈ കാലഘട്ടത്തിൽ എപ്രകാരം സുവിശേഷ സന്ദേശം എത്തിക്കണം എന്നതിനെക്കുറിച്ച് ജനറലായിട്ടുള്ള ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്നോടൊപ്പം ധാരാളം മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായ പ്രമുഖരും വചനം പങ്കുവയ്ക്കും. തങ്ങളുടെ ജീവിത സാക്ഷ്യം കൊണ്ട് എപ്രകാരമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നതെന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണ ദൗത്യം എല്ലാവർക്കും ഉള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന നിർദ്ദേശം നമുക്ക് സുപരിചിതമാണ്. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവൻ. എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവാനുള്ള, യേശുവിൻ്റെ ശിഷ്യരാക്കുവാനുള്ള വലിയ ദൗത്യമാണ് ഏവർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ ദൗത്യത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയ പൗലോസ് റോമാക്കാരുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷത്തെപ്പറ്റി ലജ്ജിക്കുന്നില്ല എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. റോമാക്കാരുടെ ലേഖനം ആരംഭിക്കുന്നത് തന്നെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനായ പൗലോസ് തന്നെക്കുറിച്ച് ഉള്ള അഡ്ജക്റ്റീവ് അദ്ദേഹം കൊടുക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ദാസൻ. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് സുവിശേഷത്തിൻ്റെ ദാസൻ എന്നാണ്. ക്രിസ്തുവിൻ്റെ ദാസൻ സുവിശേഷത്തിൻ്റെ ദാസനാണ്. അപ്പോസ്തലനാണ് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെപ്പറ്റി ആർക്കും ലജ്ജിക്കുവാൻ സാധിക്കുകയില്ല. കാരണം സുവിശേഷമെന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. എങ്കിലും കാലാകാലങ്ങളിൽ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ വീഴ്ചകളൊക്കെ വന്നു പോയിട്ടുണ്ട്. 2-ാം വത്തിക്കാൻ സൂനകദോസിൽ 1962 മുതൽ 1965 വരെ നടന്ന 2-ാം വത്തിക്കാൻ സൂനകദോസിൽ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു പ്രമാണരേഖയുണ്ട്. ആ പ്രമാണരേഖയിൽ സഭയുടെ അസ്തിത്വം തന്നെ ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യമാണെന്ന് സഭാപിതാക്കന്മാർ എടുത്തു പറയുന്നുണ്ട്. ചർച്ച് ബൈ ഇറ്റ്സ് വെരി നേച്ചർ മിഷണറി. സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. സ്വഭാവത്താൽ തന്നെ സുവിശേഷത്തിന് സാക്ഷിയാണ് സഭ. 1965
1965 ഈ പ്രമാണരേഖ പുറത്തു വന്നു. 10 വർഷം കഴിഞ്ഞിട്ട് 1975 ആയപ്പോൾ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ 74 തന്നെ ഒരു സിനഡ് വിളിച്ചുകൂട്ടി. സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള സിനഡായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ 1975 സുവിശേഷ പ്രഘോഷണം പ്രസിദ്ധമായ എവഞ്ചലി നുൻഷ്യാന്തി എന്ന അപ്പസ്തോലിക ലേഖനം നൽകുകയുണ്ടായി. കാരണം വത്തിക്കാൻ സുനോദൂസ് കഴിഞ്ഞപ്പോൾ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ അറിയാതെ വീഴ്ചകളൊക്കെ മെത്രാന്മാരുടെ ഭാഗത്തും വൈദികരുടെ ഭാഗത്തും സന്യസ്തരുടെ ഭാഗത്തും അൽമായരുടെ ഭാഗത്തുമൊക്കെ ഉണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് പോൾ ആറാമൻ പാപ്പ ഈ സുവിശേഷവൽക്കരണത്തെ സംബന്ധിച്ചൊരു സിനഡ് വിളിച്ചു കൂട്ടുകയും സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്തത്. വീണ്ടും നമുക്കറിയാം, പോൾ ആറാമൻ പാപ്പയ്ക്ക് ശേഷം ജോൺ പോൾ പാപ്പ ഒന്നാമൻ വന്നു. അതിനുശേഷം രണ്ടാമൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ദീർഘകാലം സഭയിൽ പരമാചാര്യ ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം ലോകത്തിലെ വിവിധ ഭാഗങ്ങളൊക്കെ സന്ദർശിച്ചു. സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെക്കുറിച്ച് ശരിക്കും അവബോധമുണ്ടായിരുന്ന പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ 1990 രക്ഷകൻ്റെ മിഷൻ എന്ന ചാക്രിക ലേഖനം നൽകിക്കൊണ്ട് സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന് ഒരിക്കൽ കൂടെ ഒരു ഊന്നൽ നൽകി. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ സന്ദേശം ഇനിയും എല്ലാ സ്ഥലങ്ങളിലും എത്താനുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ രക്ഷകൻ്റെ മിഷൻ എന്ന ചാക്രിക ലേഖനം നൽകിയത്. അതിനുശേഷം അതേ പാപ്പ തന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, 3-ാം സഹസ്രാബ്ദത്തിലേക്ക്, പുതിയ നൂറ്റാണ്ടിലേക്കും പുതിയ സഹസ്രാബ്ദത്തിലേക്കും സഭയെയും മാനവ സമൂഹത്തെയും കൈപിടിച്ച് നടത്തിയത്. അവിടെയും പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ പാപ്പ ഫ്രാൻസിസ് പാപ്പ, എല്ലാവരുടെയും പ്രിയങ്കരനായ, ജാതി മത വർഗ ഭേദമന്യേ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷം 2019 മാർച്ച് 25 മംഗളവാർത്ത തിരുനാൾ ദിനം യുവാക്കൾക്കായിട്ട്, യുവജനതയ്ക്കായിട്ട് ഒരു അപ്പോസ്തലിക ലേഖനം നൽകി. ആ അപ്പോസ്തലിക ലേഖനത്തിൻ്റെ പേര് ക്രിസ്തുസ് വിവിത് എന്നാണ്. യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നതാണ് അതിൻ്റെ പേര്. ക്രിസ്തു ജീവിക്കുന്നു. 299 ഖണ്ഡികകളുള്ള ഈ അപ്പോസ്തലിക ലേഖനത്തിൽ എന്നെ വളരെയധികമായിട്ട് സ്പർശിച്ച ഒരു അധ്യായമാണ് 4-ാമത്തെ അധ്യായം. 9 അധ്യായങ്ങളുണ്ട്, അതിൽ 4-ാമത്തെ അധ്യായം. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ സുവിശേഷത്തിൻ്റെ അന്തസത്ത എന്ന്
പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അന്തസ്സത്ത എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്ച്വലായിട്ട് ഭൗതിക തലത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല. യുവാക്കൾക്ക് അനുഭവപ്പെടുന്ന രീതിയിലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അനുഭവപ്പെടുന്ന രീതിയിലാണ് പിതാവ് അവതരിപ്പിക്കുന്നത്. പിതാവ് പറയുകയാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യമാണ്. രണ്ടാമതായിട്ട് ഫ്രാൻസിസ് പാപ്പ പറയും, ദൈവം നമ്മെ രക്ഷിക്കുന്നു. മൂന്നാമതായിട്ട് പിതാവ് പറയും, ക്രിസ്തു ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും അല്പമൊന്ന് ചിന്തിക്കാം. തുടർന്ന് ഇതിൻ്റെ മെത്തേഡും ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തു ജീവിക്കുന്നു. അതെ, ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. ഇവിടെ പരിശുദ്ധ പിതാവ് പറയുന്ന ആദ്യത്തെ കാര്യം 4-ാമത്തെ അധ്യായമാണ്, സ്നേഹമാകുന്ന ദൈവം. അതായത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണത്. പരിശുദ്ധ പിതാവ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ സത്യം തന്നെ ഇതാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ നേരത്തെ അത് കേട്ടിട്ടുണ്ടെങ്കിലും ഗോഡ് ഈസ് ലവ് എന്ന് നമ്മളെ വീടുകളിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പിതാവ് പറയുന്നത്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട കാര്യമാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ബെനഡിക്ട് പാപ്പ തൻ്റെ പരമാചാര്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നൽകിയ ചാക്രിക ലേഖനത്തിൻ്റെ പേരും ദൈവം സ്നേഹമാകുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെന്നും ഓരോ ദിവസവും ധ്യാനിക്കേണ്ട കാര്യം തന്നെയാണ്, ദൈവം സ്നേഹമാകുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ സ്നേഹമില്ലായ്മയാണ് എന്ന് കാണുവാൻ സാധിക്കും. ഭവനം, കുടുംബത്തിലെ പ്രശ്നമാകട്ടെ, സമൂഹത്തിലെ ഒക്കെ. എന്തിനു പറയുന്നു, ഓരോ കുഞ്ഞും, ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞും ആഗ്രഹിക്കുന്നത് അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം തന്നെയാണ്, സഹോദരങ്ങളുടെ സ്നേഹമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവം സ്നേഹമാകുന്നു എന്ന ഒരു തിരിച്ചറിവാണ്. പരിശുദ്ധ പിതാവ് പറയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇതിനെപ്പറ്റി ഒരിക്കലും സംശയിക്കരുത്. ഓരോ നിമിഷവും നിങ്ങൾ അപരിമിതമായി സ്നേഹിക്കപ്പെടുന്നു. പിതൃത്വത്തെ പറ്റിയുള്ള നിങ്ങളുടെ അനുഭവം ഒരുപക്ഷെ ഏറ്റവും നല്ലതായിരിക്കുകയില്ല. നിങ്ങളുടെ ഭൗമിക പിതാവ് ദൂരെയായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. അഥവാ കർക്കശ സ്വഭാവക്കാരനോ അടക്കി ഭരിക്കുന്നവനോ ആയിരിക്കാം. അഥവാ അദ്ദേഹം കൃത്യമായി നിങ്ങൾക്ക് ആവശ്യമുള്ള ആളായിരുന്നിരിക്കുകയില്ല. എനിക്കറിഞ്ഞുകൂടാ, പരിശുദ്ധ പിതാവ് പറയും, എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ തികഞ്ഞ സുനിശ്ചിതത്വത്തോടു കൂടി എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ ആദ്യം നിങ്ങൾക്ക് ജീവൻ നൽകുകയും ഓരോ നിമിഷവും തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആശ്ലേഷത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം കണ്ടെത്താൻ കഴിയും. ദൈവവചനത്തിൽ അവിടുത്തെ സ്നേഹത്തിന് അനേകം ആവിഷ്കാരങ്ങൾ നാം കാണുന്നു.
സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ കണ്ടെത്താൻ അവിടെ നിന്ന് പരിശ്രമിക്കുന്നത് പോലെയാണിത്. ചുരുങ്ങിയ പക്ഷം അവയിലൊന്നെങ്കിലും വഴി നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ അവിടത്തേക്ക് കഴിയുന്നതിന് വേണ്ടിയാണിത്. ഉദാഹരണമായി, തൻ്റെ കുട്ടികളോട് കൂടി കളിക്കുന്ന വാത്സല്യമുള്ള ഒരു പിതാവായി തന്നെക്കുറിച്ച് തന്നെ അവിടുന്ന് സംസാരിക്കുന്നു. പരിശുദ്ധ പിതാവ് ഹോസി പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. വീണ്ടും പിതാവിൻ്റെ സ്നേഹം മാത്രമല്ല, ഒരമ്മയുടെ സ്നേഹവും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് പരിശുദ്ധ പിതാവ് ഈ അപ്പോസ്തലീയ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരമ്മയുടെ സ്നേഹം നിറഞ്ഞവനായി അവിടെ തന്നെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു. ഒരമ്മയ്ക്ക് അവളുടെ മക്കളോടുള്ള ഉദരബന്ധം അവരെ അവഗണിക്കുന്നതോ അവരെ ഉപേക്ഷിക്കുന്നതോ അസാധ്യമാക്കുന്നു. നമുക്കെല്ലാവർക്കും, എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും കാണാപ്പാഠമാണ് ആ വാക്യം. ഇസയാസ് പ്രവാചകൻ്റെ അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 49 അധ്യായം 15 വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? ഇന്ന് മറക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് നമ്മൾ അറിയുന്നു. പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നു. അവൾ മറന്നാലും നിന്നെ മറക്കുകയില്ല. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാകുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ പിതാവ്, എൻ്റെ സ്വന്തം പിതാവ് എന്നെ സ്നേഹിക്കുന്നവനാണ്. എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നവളാണ്. എൻ്റെ അപ്പനേക്കാളും അമ്മയെക്കാളും സ്നേഹിക്കുന്നവനാണ് ദൈവം എന്ന സത്യം നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സുവിശേഷത്തിലൂടെ തിരിച്ചറിയുന്നു. ഈ അനുഭവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കണം. അതാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തെക്കുറിച്ച് ധാരാളം നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ എൻ്റെ പ്രാർത്ഥന, എൻ്റെ അഭ്യർത്ഥന ഇതാണ്. എന്നെ ശ്രവിക്കുന്നവരോടുള്ള എൻ്റെ അഭ്യർത്ഥന ഇതാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. ദൈവം എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട്, ഏവരേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നു. എന്നെ കരുതലോടെ കാത്തുകൊള്ളുന്നു. എനിക്ക് രോഗമുണ്ടാകും, വേദനകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യം നമുക്കെപ്പോഴും തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവ് പറയുന്നത് ഇതാണ്: നമ്മുടെ എല്ലാ വിവരങ്ങളും ദൈവത്തിൻ്റെ ഓർമ്മയിൽ വിശ്വസിക്കുക, നമ്മുടെ എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുകയും പുരാവസ്തുവായി നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ഹാർഡ് ഡിസ്ക് അല്ല അവിടുത്തെ ഓർമ്മ. മൃദുലമായ അനുകമ്പ കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയമാണ് അവിടുത്തെ ഓർമ്മ. തിന്മയുടെ എല്ലാ അടയാളവും നമ്മിൽ നിന്ന് മായ്ച്ചു കളയുന്നതിൽ ആനന്ദം കാണുന്ന ഒന്ന്. നമ്മൾ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച്, അനുരഞ്ജന കൂദാശയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണല്ലോ: കർത്താവിനും മറവിയുണ്ട്. അതെ, നമ്മുടെ പാപങ്ങളൊക്കെ മറക്കുന്നവനാണ് കർത്താവ്. ദൈവത്തിൻ്റെ ആനന്ദമായ സ്നേഹം ഈ ധ്യാനത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്: ക്രിസ്തു
നമ്മെ രക്ഷിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നു. സ്നേഹം കാരണം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തു തന്നെ പൂർണ്ണമായി ബലി കഴിച്ചു എന്നതാണ് രണ്ടാമത്തെ വലിയ സത്യം. ഒന്നിൻ്റെ മുമ്പിലും നിർത്താൻ സന്നദ്ധനല്ലാത്ത ഒരു സ്നേഹിതനാണ് താൻ എന്നുള്ളതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ അടയാളമാണ് കുരിശിലെ അവിടുത്തെ നീട്ടപ്പെട്ട കരങ്ങൾ. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 1-ാം വാക്യമാണ്. ലത്തീൻ ആരാധനാക്രമത്തിൽ പ്രത്യേകിച്ചും പെസഹ വ്യാഴാഴ്ച വായിക്കുന്ന സുവിശേഷ ഭാഗമാണത്. എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള സുവിശേഷ ഭാഗങ്ങളിൽ ഒന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 1-ാം വാക്യം. അവിടെ അപ്പോസ്തലൻ പറയുന്നത്, സുവിശേഷം രേഖപ്പെടുത്തുന്നതാണല്ലോ, തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട് വാക്യം. പക്ഷേ തനിക്ക് സ്വന്തമായുള്ളവരാരാണ്? എടുത്തിയാട്ടക്കാരുണ്ട്, അല്പവിശ്വാസികളുണ്ട്, അധികാരക്കൊതികളുള്ളവരുണ്ട്, തീവ്രവാദികൾ പോലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ കുറവുകളും തിരിച്ചറിയുന്ന യേശു, ശിഷ്യന്മാരുടെ ഓരോ കുറവും തിരിച്ചറിയുന്ന യേശു ഓരോരുത്തരായിട്ട് സ്നേഹിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. അതെ, അവസാനം വരെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹം പ്രദാനം ചെയ്യുവാനായിട്ട് യേശുവിന് സാധിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ വലിയൊരു സന്തോഷമെന്ന് പറയുന്നത്, യേശു എന്നെ രക്ഷിക്കുന്നു, എന്നെ രക്ഷിച്ചു എന്ന ഉറപ്പ് തന്നെയാണ്. അത് ഭൗതികമായ അറിവിൽ നിന്നല്ല, മറിച്ച് ജീവിത അനുഭവത്തിൽ നിന്ന് ഉള്ള ഒരു തിരിച്ചറിവായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുരിശിനാൽ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച അതേ ക്രിസ്തു ഇന്ന് തൻ്റെ സമ്പൂർണ്ണ ആത്മസമർപ്പണത്തിൻ്റെ ശക്തിയാൽ നമ്മെ തുടർന്നും രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കുരിശിലേക്ക് നോക്കുക, അവിടത്തോട് പറ്റിച്ചേരുക, നിങ്ങളെ രക്ഷിക്കാൻ അവിടുത്തെ അനുവദിക്കുക. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് പാപ്പ, നമ്മുടെ മോസ്റ്റ് ബിലവഡ് പാപ്പ പറയുകയാണ്, അവിടുത്തെ പറ്റിച്ചേർന്നിരിക്കുക, അവിടത്തോട് പറ്റിച്ചേരുക, കുരിശിനോട് പറ്റിച്ചേരുക. കുരിശിനെ നോക്കുമ്പോൾ അവിടെ നിരാശയുടെ അടയാളമല്ലല്ലോ നാം കാണുന്നത്, മറിച്ച് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, രക്ഷയുടെ ആ ഒരു ഭാവമാണ്, രൂപമാണ് കാണുന്നത്. പരിശുദ്ധ പിതാവ് പറയുകയാണ്, അവിടുത്തെ രക്ഷയുടെ വാഗ്ദാനം സ്വീകരിക്കുന്നവർ പാപത്തിലും ദുഃഖത്തിലും ആന്തരിക ശൂന്യതയിലും ഏകാന്തതയിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. നിങ്ങൾ പാപം ചെയ്ത് അവിടെ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ കുരിശിൻ്റെ ശക്തിയാൽ നിങ്ങളെ ഉയർത്താൻ അവിടെ നിന്ന് വരും. ഇതൊരിക്കലും മറക്കാതിരിക്കുക എന്നാണ് പിതാവ് പറയുന്നത്. പരിശുദ്ധ പിതാവ് വീണ്ടും ഉദ്ധരിക്കുകയാണ്, അവിടുന്ന് 70 പ്രാവശ്യം നമ്മോട് ക്ഷമിക്കുന്നു. വീണ്ടും വീണ്ടും അവിടെ നമ്മെ തൻ്റെ തോളുകളിൽ വഹിക്കുന്നു. സീമാതീതവും അസന്നിഗ്ധവുമായ സ്നേഹം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഈ മഹത്വം നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും കഴിയുകയില്ല. ഒരിക്കലും നിരാശപ്പെടുത്താത്തതും എന്നാൽ നമ്മുടെ ആനന്ദം പുനഃസ്ഥാപിക്കാൻ എപ്പോഴും കഴിയുന്നതുമായ ഒരു ആനന്ദത്തോടു കൂടി നമ്മുടെ ശിരസ്സുകൾ ഉയർത്തുന്നതും പുതിയതായി തുടങ്ങുന്നതും അവിടുന്ന് സാധ്യമാക്കുന്നു. അതെ, യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു. നാം യേശുവിനാൽ രക്ഷിക്കപ്പെടുന്നു. എന്തെന്നാൽ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നമ്മെ രക്ഷിച്ചു. എന്തുകൊണ്ടാണ് രക്ഷിക്കുക?
നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും പരിശുദ്ധ പിതാവ് പറയുകയാണ്, അവിടുത്തെ ക്ഷമയും രക്ഷയും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതോ നമ്മുടെ പ്രവർത്തനങ്ങളും പരിശ്രമവും കൊണ്ട് ആർജിച്ചെടുക്കേണ്ടതോ അല്ല. അവിടുന്ന് നമ്മോട് ക്ഷമിക്കുകയും വില കൊടുക്കാതെ നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. കുരിശിലെ അവിടുത്തെ ആത്മബലി നമുക്കൊരിക്കലും മടക്കി നൽകാനാകാത്ത അത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിലാണ് രക്ഷ. അതെ, കുരിശിൻ്റെ ആ മഹത്വം നമുക്കെപ്പോഴും ധ്യാന വിഷയമാക്കാം. കുരിശിനെ നോക്കുമ്പോൾ ഒരു ചരിത്ര ചിന്തയല്ല, ബൗദ്ധികമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കേണ്ടതല്ല, മറിച്ച് കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കുമ്പോൾ ആ യേശു എന്നെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന ഒരു ബോധ്യം, ഈ രക്ഷയുടെ അടിസ്ഥാനം എന്നെ സ്നേഹിക്കുന്നു എന്ന ആ ഒരു ബോധ്യവും എനിക്കുണ്ടാകട്ടെ. ഈ ധ്യാന സമയത്ത് കുരിശിനെ നോക്കി സുവിശേഷത്തിൻ്റെ ആ സന്ദേശം എന്ന് പറയുന്നത് കുരിശിൻ്റെ സന്ദേശമാണെന്നുകൂടെ നമുക്ക് ഓർക്കുവാൻ കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. എല്ലാവരും ഈ ഒരു കൊച്ചു പുസ്തകം, അതായത് മാർപ്പാപ്പയുടെ ക്രിസ്തു ജീവിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് എലൈവ്, ക്രിസ്തുസ് വിവിത്ത് എന്ന പുസ്തകീയ ലേഖനം കഴിഞ്ഞ വർഷം നൽകിയതാണ്. ഇപ്പോൾ ഈ പാൻഡമിക് ടൈമിൽ നമുക്ക് വായിക്കുവാനൊക്കെ സമയമുണ്ട്. യുവാക്കൾക്ക് നൽകിയിരിക്കുന്നതാണെങ്കിലും ഇത് നമ്മൾ വായിക്കുമ്പോൾ യുവത്വം നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും പരിശുദ്ധ പിതാവ് പറയുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ്: അവൻ ജീവിക്കുന്നു. അവസാനമായി രണ്ടാമത്തേതിൽ നിന്ന് അവിഭാജ്യമായ മൂന്നാമത്തെ ഒരു സത്യമുണ്ട്: ക്രിസ്തു ജീവിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മളെ തന്നെ അനുസ്മരിപ്പിച്ച് കൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെന്നാൽ കേവലം വിദൂരമായ ഒരു ഭൂതകാലത്ത് നിന്നുള്ള ഒരു നല്ല മാതൃകയായി, ഒരു സ്മരണയായി, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ രക്ഷിച്ച ഒരാളായി യേശു ക്രിസ്തുവിനെ നാം കാണുക എന്ന അപകട സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുരിശിനെ നോക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഒരു അളവുകോൽ വെച്ചല്ല കാണേണ്ടത്. ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. അതെ, എന്നോടൊപ്പം ജീവിക്കുന്നു. നമുക്ക് വളരെ ധ്യാന വിഷയമാക്കാവുന്നതാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാം അധ്യായത്തിലെ ആ എമ്മാവൂസ് യാത്ര, യോഹന്നൻ്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിലെ തിബേരിയൂസ് തീരത്ത് വരുന്ന യേശു. ഞാൻ പലപ്പോഴുമൊക്കെ ധ്യാനിക്കുന്ന ഭാഗമാണ്. യേശു ജീവിക്കുന്നു ഇന്ന്. ഉത്ഥിതനായ യേശു ശിഷ്യന്മാരുടെ ആ ഊട്ടുശാലയിൽ വരികയാണ്. ആഹാരവേളയിൽ വരുന്ന യേശു, അവരോടൊപ്പമായിരിക്കുന്ന യേശു. വീണ്ടും ഇമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടൊത്ത് യാത്ര ചെയ്യുന്ന യേശു. അതെ, കുരിശിൽ മരിച്ചങ്ങ് പോയ ആളല്ല, ഉത്ഥാനം ചെയ്തങ്ങ് പോയ ആളല്ല. ഉത്ഥാനം ചെയ്തിട്ട് യേശു നമ്മോടൊത്ത് വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ലോക്ക്ഡൗൺ കാലത്തൊക്കെ നമ്മൾ വീട്ടിലായിരുന്നു, അകത്തായിരുന്നു. എങ്കിലും നമ്മളെല്ലാം പൊതുവെ യാത്ര ചെയ്യുന്നവരാണ്. ഓർക്കുക, നമ്മുടെ യാത്രയിൽ ഈശോ കൂടെയുണ്ട്. കാരണം എന്താണ്? യേശു നമ്മോടൊപ്പം ജീവിക്കുന്നു. വീണ്ടും ആ തിബേരിയൂസ് തീരത്തിൻ്റെ ആ പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. ശിഷ്യന്മാർ, യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പോലും അല്പമൊക്കെ നിരാശനായിട്ട്, അല്പമല്ല വലിയ നിരാശയോടുകൂടെ ഏതായാലും അബദ്ധമായിപ്പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് പഴയ തൊഴിലിലേക്ക് പോയി.
പക്ഷേ യേശു ആ മത്സ്യം പിടിക്കുന്ന ആ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് ആരാണ് യേശുവെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശു ഒരു ചരിത്ര പുരുഷനല്ല, ചരിത്രത്തിൻ്റെ അളവുകോൽ കൊണ്ട് കാണേണ്ടതല്ല. യേശു വർത്തമാനമാണ്. ഹീസ് പ്രസൻറ്റ്. യേശു ഇമ്മാനുവലാണ്, നമ്മോടൊത്ത് വസിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവിലേക്കാണ് പരിശുദ്ധ പിതാവ് ഈ ക്രിസ്തുസ് വിവിത് എന്ന അപ്പോസ്തലിക ലേഖനത്തിലെ 4-ാം അധ്യായത്തിലൂടെ ഏവരെയും ക്ഷണിക്കുന്നത്. പിതാവ് പറയുകയാണ്, കുറച്ചു കാലത്ത് മറ്റെല്ലാ പരിഹാരവും അപര്യാപ്തവും താത്കാലികവുമായിരിക്കും. കുറച്ചു കാലത്തേക്ക് അത് സഹായമായേക്കാം. പക്ഷെ ഒരിക്കൽ കൂടെ തുറന്ന് കാട്ടപ്പെട്ടവരും ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്ക് മുമ്പിൽ ഉപേക്ഷിക്കപ്പെട്ടവരുമായി നാം നമ്മളെ തന്നെ കാണും. മറിച്ച് യേശുവിനോട് കൂടി ദൃഢമായി വേരൂന്നിയതും നിലനിൽക്കുന്നതുമായ ഒരു സുരക്ഷിതത്വം നമ്മുടെ ഹൃദയങ്ങൾ അനുഭവിക്കുന്നു. അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയുന്നതിന് ക്രിസ്തുവിനോട് കൂടി ഒന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ആ ശക്തി നിങ്ങളുടെ ജീവിതങ്ങളിലും നിരന്തരം വെളിപ്പെടും. എന്തെന്നാൽ അവിടുന്ന് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമർത്ഥമായി നൽകാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ രക്ഷിക്കുന്നു, ദൈവം നമ്മോടൊപ്പം ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 3 സത്യങ്ങളും പരിശുദ്ധ പിതാവ് സുപരിചിതമായ കാര്യങ്ങൾ തൻ്റേതായ ശൈലിയിലൂടെ അവതരിപ്പിച്ചപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ആശ്വാസം നൽകുന്നതാണ്, നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. സുവിശേഷത്തിൻ്റെ ആ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മെ പുതിയ നൂറ്റാണ്ടിലേക്ക്, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പുതിയ നൂറ്റാണ്ടിൽ എപ്രകാരമായിരിക്കണം നമ്മളുടെ തുടക്കം എന്ന് നവസഹസ്രാബ്ദത്തിലേക്ക് എന്ന അപ്പോസ്തലിക ലേഖനം നൽകിക്കൊണ്ട് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അതിൽ യേശുക്രിസ്തുവിൻ്റെ മുഖം നോക്കി ധ്യാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അജപാലന പ്രയോറിറ്റീസ്, ആഭിമുഖ്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഞാൻ പറയും, സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുന്ന ഓരോ വ്യക്തിയും, മെത്രാനാകട്ടെ, വൈദികനാകട്ടെ, സമർപ്പിതരാകട്ടെ, അൽമായരാകട്ടെ, എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ട, ഓർമ്മയിൽ വയ്ക്കേണ്ട 7 കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് അവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു സുവിശേഷ ആഭിമുഖ്യ ധ്യാനം നടത്തുമ്പോൾ ഈ 7 കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്ന ആദ്യത്തെ ആഭിമുഖ്യം, പാസ്റ്റർ അച്ചപ്പാലിൻ്റെ ആഭിമുഖ്യം എന്ന് പറയുന്നത് വിശുദ്ധമായ ജീവിതമാണ്. ഹോളിനെസ് ഓഫ് ലൈഫ്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നവരെ കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ വിശുദ്ധന്മാരെയും രക്തസാക്ഷികളുടെയും ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ അവർ ഭൗതികമായിട്ട് താത്വികമായിട്ട് വിശ്വാസത്യങ്ങളെ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ജീവിതം വിശുദ്ധിയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വിശുദ്ധിയിലൂടെ സമന്വയിപ്പിച്ചില്ല എങ്കിൽ വിശ്വാസത്തിന് പോലും
അർത്ഥമുണ്ടാവുകയില്ല. ഒക്ടോബർ മാസം പ്രസിദ്ധരായ വിശുദ്ധരെ നാം പ്രത്യേകമായിട്ട് ഓർക്കാറുണ്ട്. ഒക്ടോബർ മാസം തുടങ്ങുന്നത് തന്നെ കൊച്ചു ത്രേസ്യയുടെ ഓർമ്മ ആചരിച്ചുകൊണ്ടാണല്ലോ. അതിനുശേഷം നമ്മൾ ഫ്രാൻസിസ് അസിസിയെ ഓർക്കും. അമ്മ ത്രേസ്യ വലിയൊരു മിസ്റ്റിക്കാണ്. അമ്മ ത്രേസ്യ, യൂദാത്ത ദേവസിനെയൊക്കെ ഓർക്കും. അതെ, ഈ വിശുദ്ധന്മാർ അവരുടെ വിശ്വാസ സത്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മെ സ്വാധീനിക്കുന്നത് വിശുദ്ധമായ ജീവിതമാണ്. അപ്പോൾ സുവിശേഷ പ്രഘോഷണം നടത്തുന്നവരും സുവിശേഷ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരും സ്വായത്തമാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹോളിനെസ് ഓഫ് ലൈഫാണ്, ജീവിത വിശുദ്ധി. പ്രിയപ്പെട്ടവരെ, ലത്തീൻ ആരാധനാക്രമത്തിലെ ആ ദിവ്യബലിയുടെ ആ തുടക്കത്തിൽ തന്നെ ഒന്നെടുക്കുകയാണെങ്കിൽ ഒരു അനുരഞ്ജന കൂദാശ കാണാൻ സാധിക്കും. അവിടെ ഒരു കൺഫെഷനുണ്ട്. ആ കൺഫെഷൻ നടത്തിക്കൊണ്ട് ആത്മശോധനയും കുമ്പസാരവും നടത്തിക്കൊണ്ടാണ് ആ അത്താര ശുശ്രൂഷയിലേക്ക് പോകുക. വചനം ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കുമ്പസാരമുണ്ട്. അവിടെ ചിന്തയാൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഈ 3 മേഖലകളെയും നാം ശോധന ചെയ്യുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് വേണം വചനത്തിലേക്ക് പോലും കടക്കുവാനായിട്ട്, അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അപ്പോൾ ഹോളിനെസ് ഓഫ് ലൈഫ് സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് നമുക്ക് സ്വീകരിക്കാം. രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജീവിതം തന്നെ നോക്കുക, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ്. തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ, അതെ, ഏറ്റവും നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന പ്രശസ്തമായ ഗെത്സമനിയിലെ പ്രാർത്ഥനാനുഭവം. അതെ, പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നത്. ആബാ പിതാവേ, മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 36-ാം വാക്യമൊക്കെ നമുക്ക് സുപരിചിതമാണ്. ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സത്യമാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അതേ, ആ പ്രാർത്ഥനാ നിമിഷം അവിടെ യേശു തൻ്റെ ആ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുകയാണ്. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുമ്പോഴാണല്ലോ നമ്മുടെ ജ്യേഷ്ഠനായിട്ട് നമുക്ക് കാണാൻ യേശുവിന് സാധിക്കുക. ദിവ്യത്വമുള്ളപ്പോഴും അവിടെ ആ മനുഷ്യത്വത്തിൻ്റെ അപൂർണത എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി, നമുക്ക് മാതൃകയായിട്ട് യേശു പ്രാർത്ഥിക്കുകയാണ്. അതെ, ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതത്തിന് വഴങ്ങുവാൻ സാധിക്കുക. അപ്പോൾ വിശുദ്ധമായ ജീവിതവുമായിട്ട് പൂരകമായിട്ട് നിൽക്കുന്ന ഘടകമാണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിയുക. ഈ പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം നമ്മുടെ ദിവ്യകാരുണ്യവുമായിട്ടുള്ള ബന്ധം. വളരെ പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ ആരാധന ദിവ്യകാരുണ്യത്തിലുള്ള പങ്കാളിത്തം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ദിയസ് ഡോമിനി, കർത്താവിൻ്റെ ദിനം എന്ന അപ്പോസ്തലിക ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ ദിനം, ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഇത് ഉത്ഥാനത്തിൻ്റെ അനുസ്മരണമാണ്, നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ അനുസ്മരണമാണ്, വിശ്വാസത്തിൻ്റെ അനുസ്മരണമാണ്, ഇത് സഭയുടെ ദിനമാണ്, അതെ, കൂട്ടായ്മയുടെ ദിനമാണ്, കുടുംബദിനമാണ്. ആ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഇതെല്ലാം ഒരുമിച്ച് കാണുവാൻ സാധിക്കണം. വിശുദ്ധമായ ജീവിതത്തിലൂടെ, പ്രാർത്ഥന അനുഭവത്തിലൂടെ വരുമ്പോഴേ ഈ ദിവ്യബലിയിലുള്ള പങ്കാളിത്തം സജീവമാകുകയുള്ളൂ.
പരിശുദ്ധ കുർബാനയുടെ അർത്ഥം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ചടങ്ങായിട്ട് മാത്രം തീരും. നാലാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഇതോടൊപ്പം വരുന്നതാണ് അനുരഞ്ജനം. അതെ, ദിവ്യബലിയും അനുരഞ്ജനവും കുമ്പസാരവുമൊക്കെ ഒരുമിച്ചാണ് പോകുന്നത്. അതെ, നമ്മളുടെ കുറവുകളെ ഏറ്റുപറയുവാനുള്ള മനസ്സ് മാത്രമല്ല. എൻ്റെ കുറവുകളെ എനിക്ക് പറയുവാൻ സാധിക്കും, പക്ഷേ എൻ്റെ സഹോദരനുമായിട്ട് രമ്യപ്പെടുക അത് ഒരു വെല്ലുവിളിയാണ്. എനിക്ക് ദൈവത്തോട് എൻ്റെ കുറവുകളെ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ സഹോദരനുമായിട്ട്, എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനല്ല എന്ന് പറഞ്ഞ ചരിത്രം നമുക്കറിയാമല്ലോ. അതെ, എൻ്റെ സഹോദരനുമായിട്ട് രമ്യപ്പെടുക. എല്ലാ സൗഭാഗ്യങ്ങളുടെ മധ്യത്തിലും ലൂക്കയുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ അവിടെ മൂത്ത സഹോദരൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. നമുക്കാണ് ധൂർത്തപുത്രൻ്റെ ആ ഉപമയിലൂടെ മൂത്തപുത്രൻ്റെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്താണ് അനുരഞ്ജനം? ഇത് സഹോദരനുമായിട്ടുള്ള അനുരഞ്ജനം, അയൽവാസിയുമായിട്ടുള്ള അനുരഞ്ജനം. ഈ സത്യത്തിൽ സ്നേഹം എന്ന് നമ്മുടെ ബെനഡിക്ട് 16-ാമൻ പാപ്പ ഒരു ചാക്രിക ലേഖനം 2009 നൽകുകയുണ്ടായി. അപ്പോൾ സത്യത്തിൽ സ്നേഹം എന്ന ആ ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് 16-ാമൻ പാപ്പ പറയും, ആഗോളീകരണമൊക്കെ മനുഷ്യരെ അടുപ്പിക്കും, പക്ഷേ സഹോദരനാക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹോദരങ്ങളാക്കുന്നത് അത് ഒരു പ്രാർത്ഥനാനുഭവത്തിലൂടെയാണ്, ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കൃപ ആവശ്യമായിട്ട് വരുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ നവസഹസ്രാബ്ദത്തിലേക്ക് എന്ന അപ്പോസ്തലിക ലേഖനത്തിൽ എടുത്തു പറയുകയാണ് കൃപയുടെ ആ പ്രാധാന്യം. ഗ്രേസ്, കൃപ, കൃപയ്ക്കുമേൽ കൃപ നൽകുന്ന ദൈവത്തിൻ്റെ അനന്ത കൃപ നമുക്ക് അനുഭവിക്കുവാനും ഈ കൃപയുടെ വിതരണക്കാരാകുവാനും നമുക്ക് സാധിക്കണം. കാരണം ദൈവം നമ്മെ ഉപകരണങ്ങളാക്കുകയാണ്. നമ്മൾ സിസ്റ്റേഴ്സിനെ കുറിച്ചും സന്യസ്തരെ കുറിച്ചുമൊക്കെ അവരുടെ കാര്യസ്ഥത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. അതെ, എന്തിനു വേണ്ടിയാണ്? ആത്യന്തികമായിട്ട് സഭയെ പടുത്തുയർത്തുവാനായിട്ടാണ്, സമൂഹത്തെ പടുത്തുയർത്തുവാനായിട്ടുള്ളതാണ്, ദൈവജനതയെ പടുത്തുയർത്തുവാനായിട്ടുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ വിശുദ്ധമായ ജീവിതവും പ്രാർത്ഥനയിലൂടെയുള്ള ജീവിതവും പരിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും നിരന്തരമായിട്ടുള്ള അനുരഞ്ജനവും വഴി കൃപയിൽ നിറഞ്ഞവരായിട്ടാകണം ദൈവ വചനം ശ്രവിക്കേണ്ടത്. അതെ, വചനം ഇരുതല മൂർച്ചയുള്ള വാളാണെങ്കിലും കർത്താവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴിയിൽ പ്രകാശവുമാണ്. ഈ വചനം നമ്മൾ വായിക്കുവാനായിട്ട്, വചനം ധ്യാനിക്കുവാനായിട്ട്, വചനത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബെനഡിക്ട് പാപ്പ ഒരു അപ്പോസ്തലിക ലേഖനവും 2013 നൽകുകയുണ്ടായി. അവിടെയും സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ഇന്നും ഈ വചനം കേൾക്കപ്പെടാത്ത ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങളിൽ പറയും, ഒരാൾക്ക് അവകാശപ്പെട്ടത് നൽകാതിരിക്കുന്നത് തെറ്റാണ്. ദൈവത്തിൻ്റെ വചനം, ജീവദായകമായ വചനം കേൾക്കുവാനായിട്ട് അവകാശപ്പെട്ടവരാണ് ലോകജനത. ലോകജനത അവകാശപ്പെട്ടിരിക്കുമ്പോൾ ഈ വചനത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ ഈ വചനം ശ്രവിക്കുവാനായിട്ടും വചനം പങ്കുവയ്ക്കുവാനുമായിട്ടും സന്നദ്ധരാകണം.
അതാണ് 7ാമത്തെ പോയിൻ്റ്. വചനം ശ്രവിക്കുക 6ാമത്തത്. 7ാമത്തെ പോയിൻ്റ് വചനം നൽകുക. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്വീകരിച്ച വചനം പങ്കുവയ്ക്കുവാനായിട്ട് കടപ്പെട്ടവനാണ്. കാരണം ഈ വചനം എൻ്റെ കുത്തകയല്ല. ഞാൻ വചനം വായിച്ചിട്ട്, ഞാൻ ധ്യാനിച്ചിട്ട് എൻ്റെ രക്ഷ മാത്രമായിട്ട് ചിന്തിക്കേണ്ടവനല്ല ഒരു ക്രൈസ്തവൻ. മറിച്ച് ഞാൻ എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണ പറയാറുണ്ടല്ലോ, ആരും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോവുകയില്ല. ഒറ്റ എന്ന് പറയുമ്പോൾ അറിയാതെ സ്വാർത്ഥതയുണ്ട്. കാരണം എന്താണ്? ദൈവം ഒരു വ്യക്തിക്ക് നൽകുമ്പോൾ അതെല്ലാവർക്കുമാണ്. നമുക്കറിയാമല്ലോ, ഉത്ഥാനം ചെയ്ത അവസരത്തിൽ മഗ്ദലയുടെ മറിയം കർത്താവിൻ്റെ അടുത്ത് വരുന്നു. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് വന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് എന്താണ്? മോളെ, കൊള്ളാം, നീ ഇവിടെ നിന്നാൽ പോരാ, ശിഷ്യന്മാരോട് പോകും, അവിടെ പോയി പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ദൗത്യം നമുക്കുണ്ട്. ഈ ധ്യാനത്തിലൂടെ, ഈ വരുന്ന ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളിലൂടെ ദൈവവചനത്തിൻ്റെ ആ മാധുര്യം, എസെക്കിയേൽ പ്രവാചകൻ അനുഭവിച്ച ആ മാധുര്യം, ദൈവവചനത്തിൻ്റെ ആ മാധുര്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ ദുരിതമെന്ന്. അതെ, സുവിശേഷം വചനം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ അനുഗ്രഹപ്രദമാണ്. ഈ വചന പ്രഘോഷണം തീർച്ചയായിട്ടും വിവിധ മേഖലകളിലൂടെ നിർവഹിക്കുവാനായിട്ട് സാധിക്കും. അത് രോഗീ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരിലൂടെ, മതബോധന ക്ലാസ്സുകളിലൂടെ, തൊഴിൽ രംഗങ്ങളിലൂടെ ഒക്കെ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരിലൂടെ. പ്രിയപ്പെട്ടവരെ, നാമുമായിട്ട് കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയുമായിട്ടും നമുക്ക് ഈ വചനത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ ആ സന്തോഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആദ്യത്തെ വിശ്വാസ വെളിച്ചം എന്ന് പറയുന്ന ചാക്രികലേനം നൽകി തൻ്റെ പരമാചാര ശുശ്രൂഷ ആരംഭിച്ചിട്ട് 1 വർഷമായപ്പോൾ നൽകിയ നല്ലൊരു എക്സോട്ടേഷൻ, പ്രബോധനമാണ് സുവിശേഷത്തിൻ്റെ സന്തോഷം. എവഞ്ചേലിയും ഗൗദിയും, എവഞ്ചേലി ഗൗദിയും, സുവിശേഷത്തിൻ്റെ സന്തോഷം. ഈ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൻ്റെ സന്തോഷം അനുഭവിച്ച്, സുവിശേഷത്തിൽ ജീവിച്ച്, സുവിശേഷം പങ്കുവച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ മിസിയോ 2020 ഔദ്യോഗികമായി അഭിവന്യ പൊന്നുമുത്തൻ പിതാവ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ ആദ്യ ദിവസത്തെ അഭിഷേകത്തോടൊപ്പം നമുക്കിതാ അനുഗ്രഹപ്രദമായ ഒരു സാക്ഷ്യം ലഭിക്കുകയാണ്. വർഷങ്ങളായി കേരളത്തിലെ കരിസ്മാറ്റിക് റിന്യൂവൽ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഷാജി ജോർജ് വചനപ്രഘോഷണ മേഖലയിൽ തൻ്റെ വ്യക്തിപരമായി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഷാജി ജോർജിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ സാക്ഷ്യത്തിനായിട്ട് നമുക്ക് ക്ഷണിക്കാം. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വചനപ്രഘോഷണ രംഗത്ത് അല്ലെങ്കിൽ കരിസ്മാറ്റിക്കിൻ്റെ ഈ സാഹചര്യത്തിൽ ഞാൻ 22 വർഷമായിട്ട് തോമസ് പോൾ എന്ന് പറഞ്ഞ ഒരു ധ്യാന ഗുരുവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാണ്. ഗാന ശുശ്രൂഷയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥനയാണ്.
ഈ സാഹചര്യത്തിലേക്ക് കടന്നു വന്നത് ഞാൻ 82 ആദ്യമായിട്ട് നായിക്കമ്പറമ്പിലച്ഛൻ്റെ ധ്യാനം കൂടി. പക്ഷെ അന്നൊന്നും എനിക്കതിന് ആ ധ്യാനം കൂടിയെന്നല്ലാതെ അതൊരു ശുശ്രൂഷയിലേക്ക് ഉള്ളൊരു വിളിയാണെന്നൊന്നും എനിക്കൊരിക്കലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ പഴയ പോലെ തന്നെ കൂട്ടുകാരും എല്ലാമായിട്ട് സന്തോഷമായിട്ടും മദ്യപാനവും പുകവലിയും എല്ലാം എല്ലാ വിധത്തിലും അങ്ങനെ നടന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം നായിക്കമ്പറമ്പിലച്ഛൻ ഒരിക്കൽ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞത്, നിന്നെ കർത്താവ് ദൈവവേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷെ അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാര്യം അന്ന് കൺസ്ട്രക്ഷൻ ഒത്തിരി ഇതെല്ലാം നടന്നിരുന്ന സമയമായിരുന്നു, കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് ഞാൻ സൗത്തിൽ തുടങ്ങി. അതും കേട്ട് വളരെ ബിസിയായിട്ട് പോകുന്നൊരു സമയത്താണ് അച്ഛനിത് പറയുന്നത്. എനിക്കതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ സാവധാനം പ്രശ്നങ്ങളിലേക്ക് വരാൻ തുടങ്ങി. എൻ്റെ കൺസ്ട്രക്ഷനെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിന്നുപോയി. അതുപോലെ തന്നെ കടയിൽ ഒത്തിരി കടബാധ്യതകളിലേക്ക് കടക്കാൻ തുടങ്ങി. കടങ്ങൾ കൂടി 90-93 ആയപ്പോൾ ഞാൻ വലിയൊരു കടബാധ്യതയിലായി. പക്ഷേ എനിക്കതിൽ നിന്ന് ഞാൻ പലപ്പോഴായിട്ട് ഈ നായിക്കമ്പറമ്പിലച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും പലരുടെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമ്പോഴെല്ലാം അവരെല്ലാം എൻ്റെ ഷോപ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു ദൈവവിളിയിലേക്കുള്ളൊരു കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് സാവധാനം ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി, എൻ്റെ ഈ കടബാധ്യതകൾ മുഴുവൻ മാറുകയാണെങ്കിൽ ഞാൻ 2 വർഷം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ മാറ്റിവെക്കാം, എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട്. ഈ സമയം എനിക്ക് 2 പെൺകുട്ടികളാണ്, പിന്നെ ഭാര്യ, കുടുംബം, ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അത്രയും ബാധ്യതകളും പ്രശ്നങ്ങളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ആ തീരുമാനമെടുത്ത അന്ന് ശാലോം ഇതിൻ്റെ എല്ലാം വർക്കിയച്ഛൻ കടയുടെ മുമ്പിൽ കൂടി നടന്നു വരുന്നു. ഞാൻ അച്ഛനെ വിളിച്ച് നിർത്തി, അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരാം. അപ്പോൾ അച്ഛൻ കടയിൽ കയറി അച്ഛൻ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ഈ കടബാധ്യതകളെല്ലാം തീരുകയാണെങ്കിൽ ഞാൻ 2 വർഷം കർത്താവിന് വേണ്ടി ഞാൻ മാറ്റിവെക്കാം. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ ഒരു ആളിവിടെ വരും, നിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അത് എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയുണ്ടായില്ല. പക്ഷേ അത് സംഭവിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്, ഒരു എൻജിനീയറായിരുന്നു. പുള്ളി കടയിൽ വന്ന് സാധനങ്ങൾ മേടിക്കാൻ വന്ന് എല്ലാം നോക്കിയിട്ട് പറഞ്ഞ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, കടങ്ങളായിട്ട് ഞാനിത് പൂട്ടാനിരിക്കുകയാണ്. അപ്പോൾ പുള്ളി എല്ലാം ചോദിച്ച് അറിഞ്ഞു പോയി. വൈകുന്നേരം ഇപ്പം എൻ്റെ അടുത്ത് തിരിച്ചു വന്നു. എന്നോട് ചോദിച്ച്, ഈ കട കൊടുക്കുന്നുണ്ടോ? ഞാൻ കൊടുക്കാൻ റെഡിയാണ്. പുള്ളി പൈസ പറഞ്ഞു. അപ്പോൾ ഞാനിത് വാടകയ്ക്കെടുത്തേക്കുന്ന കടയാണ്. അപ്പോൾ ആ കടയിൽ പകുതിയായിട്ട് മാത്രമാണ് എനിക്ക് കിട്ടുന്നത്, അതൊരു അഡ്വാൻസ് പോലെ. അപ്പോൾ ആ പകുതി കിട്ടുന്നത് കൊണ്ട് വേണം ഇതെല്ലാം ഈ കടബാധ്യതകളൊക്കെ തീർക്കാൻ. അപ്പം ഞാൻ പറഞ്ഞത് നടക്കാത്ത കാര്യമാണ്. അന്നത്തെ കാലത്ത്, അതായത് 96-ൽ എനിക്കത് 25 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ആ കടയിൽ. ഇന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു 2.5 കോടി രൂപയോളം വരും. അപ്പോൾ ഞാനത് ആളോട് പറഞ്ഞത്, ഇത്രയും ബാധ്യതകൾ എനിക്കുണ്ട്, അപ്പോൾ കട എടുക്കുന്നവർ ഇത് തീർക്കുകയാണെങ്കിൽ മാത്രമേ എനിക്കിത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. ആളത് സമ്മതിക്കുകയാണ്. അവിടെ വെച്ച് എനിക്ക് ഈ പൈസ തന്ന് ഈ കട എടുക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു അവിടെ. ഞാൻ ഈ വാക്ക് കൊടുത്ത് 2 വർഷം കർത്താവിന് വേണ്ടി ഞാൻ മാറി നിൽക്കാം എന്നുള്ള ആ ഒരു വാക്ക് കൊടുത്ത നിമിഷം തൊട്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം ഇടപെടാൻ തുടങ്ങി. എൻ്റെ വിളിയുടെ തുടക്കം അവിടെ ആരംഭിച്ചു. അതിനുശേഷം ഞാൻ ആ ബാധ്യതകളെല്ലാം തീർത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി
വീട്ടിലിരുന്നു. 6 മാസം ഒന്നും ചെയ്യാനില്ല, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയം ജീസസ് യൂത്തിൻ്റെ ഒരു ഗ്രൂപ്പ് അവർ പറഞ്ഞ ഒരു എക്സിബിഷൻ നടത്താനുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ എക്സിബിഷൻ, ഗ്രേസ് ലാൻഡ് എന്നും പറഞ്ഞൊരു വലിയ എക്സിബിഷനായിരുന്നു. അത് സെയിൻറ്റ് ആൽബർട്ട്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്താനായിട്ട് 26 പൗലിയനായിട്ട് ഓരോ കാര്യങ്ങൾ, ഓരോ പുകവലി, മദ്യപാനം, അങ്ങനെ പ്രോ ലൈഫ്, അങ്ങനെയുള്ള 26 തീമുകൾ വെച്ചിട്ടുള്ളൊരു വലിയ എക്സിബിഷനായിരുന്നു. അത് നടത്താനായിട്ട് അതിൻ്റെ ഫിനാൻസും കാര്യങ്ങളും അതിൻ്റെ ഡിസൈനും എല്ലാം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് നടത്തി. പക്ഷേ ഒത്തിരി കടബാധ്യതകളായി, ആ കടങ്ങൾ തീർക്കാൻ പറ്റാതെയായി. അവസാനം അത് ഏറ്റെടുക്കേണ്ടി വന്നു. അതോടുകൂടി എനിക്ക് വലിയ നിരാശയായെങ്കിലും അന്നത്തെ പള്ളിവാതിക്കൽ അച്ഛനും ചക്കയാത്ത പിതാവും വളരെയധികം താല്പര്യമെടുത്ത് ആ സാമ്പത്തിക കാര്യങ്ങളൊക്കെ തീർത്തെങ്കിലും ഞാൻ അതിൽ നിന്നെല്ലാം പിന്മാറി പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് തോമസ് പോൾ ഒരു ധ്യാനം റിന്യൂവൽ സെൻറ്ററിൽ നടത്തുന്നത്. ആ റിന്യൂവൽ സെൻറ്ററിലെ ധ്യാനത്തിൽ ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 4-ാം ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ വന്നിരുന്ന് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു സീൻ ഇതായിരുന്നു. ചുറ്റും ഒരു ദേവാലയത്തിൽ നിറയെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ തോമസ് പോൾ സ്റ്റേജിൽ നിൽക്കുന്ന, ആ പള്ളിയുടെ പുൾപിറ്റിൽ നിൽക്കുന്നുണ്ട്, ഞാൻ സൈഡിൽ നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നണം നോർത്ത് ഇന്ത്യൻ മിഷനാണെന്നുള്ളൊരു ഇത് എൻ്റെ ഉള്ളിൽ വരികയാണ്. അപ്പം ഞാൻ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നോർത്ത് ഇന്ത്യൻ മിഷനുള്ളൊരു വിളി വരണുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാനിങ്ങനൊരു ദർശനം കണ്ട് ഹിന്ദിയിൽ മുഴുവൻ എഴുതിയൊരു പള്ളിയും തോമസ് പോൾ നിൽക്കുന്നതും അതിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നതും കണ്ടു. എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്തായാലും ദൈവം വിളിച്ചതാണെങ്കിൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തമ്പുരാൻ തന്നെ നടത്തുമെന്ന് ഭാര്യ എനിക്ക് ധൈര്യം തന്നു. അത് കഴിഞ്ഞ് 4 മണിയായപ്പോൾ തോമസ് പോൾ വിളിച്ചിട്ട് അവിടെ സ്റ്റേജിൽ അനൗൺസ് ചെയ്യാണ്, ആരെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ആലുവ വരെ വരാൻ പറ്റുമോ, അവിടെ ഒരു കാര്യത്തിന് പോകാനുണ്ട്, അപ്പോൾ വണ്ടിയുള്ള ആരെങ്കിലും എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനത് ഏറ്റെടുത്ത് ഞാനും ഭാര്യയും തോമസ് പോളും ഭാര്യയും ഞങ്ങൾ 4 പേരും കൂടി ആലുവയ്ക്ക് പോകുന്ന വഴി തോമസ് പോൾ പറഞ്ഞതാണ്, ഞാൻ രാവിലെ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുമ്പോൾ മനസ്സിലൊരു ആശയം വന്നത് ഇങ്ങനെയാണ്, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ധ്യാനങ്ങളിലും ഇവിടുന്ന് ഒരു ഭാര്യയും ഭർത്താവിനെയായിട്ട് അവരെ ഈ കൂട്ടത്തിൽ കൊണ്ടുപോവുക, അവിടെ വെറുതെ ധ്യാനം നടക്കുന്ന സ്ഥലങ്ങളിൽ വെറുതെ മധ്യസ്ഥ പ്രാർത്ഥന മുറിയിലിരിക്കുക, പ്രാർത്ഥിക്കുക, അവിടെ മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നെല്ലാം കാണാനായിട്ട് ഓരോ കപ്പിളിനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ തന്നെയാണത് ഞാൻ കണ്ടത്, അതുകൊണ്ട് എന്താണ് അഭിപ്രായം? അപ്പം എനിക്ക് ഈ ദർശനം കണ്ടതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ ഉടനെ അത് ഏറ്റെടുത്തു. ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ശാന്ത രൂപതയിലായിരുന്നു, ബലാർഷ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയായിരുന്നു ധ്യാനം. 150ഓളം അച്ഛന്മാരും അത്രയും തന്നെ സിസ്റ്റേഴ്സും ഉള്ളൊരു വലിയ ധ്യാനമായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ വിസുർമാനയുടെ മുമ്പിൽ രാവിലെ ഒരു 3:30 മണിയാകുമ്പോൾ തോമസ് പോൾ വന്ന് ഞങ്ങൾ വിളിച്ചെണീപ്പിക്കും. അവിടെ നിന്ന് തുടങ്ങി പ്രാർത്ഥിക്കാനായിട്ട് വെറുതെ വിസുർവാനയുടെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന മുറിയിലിരിക്കുക, അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കും. വൈകിട്ട് 11 മണി വരെ, രാത്രി 11 മണി വരെ ആ പ്രാർത്ഥന അവിടെ നടക്കും. 4-ാം ദിവസമായപ്പോഴുള്ള അവസ്ഥ, ഞങ്ങളെ കൂടെ പാടാനുണ്ടായിരുന്നവർ സുഖമില്ലാതെയായി, അവർ കിടപ്പായി. അപ്പം ബ്രദറിന് പാടാൻ ആളില്ല. അങ്ങനെ എന്നോട് പറഞ്ഞ് ഒന്ന് സ്റ്റേജിൽ വന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പാടുമെന്ന ഒന്നും ബ്രദറിന് അറിയില്ല. അന്ന് ഞാൻ സ്റ്റേജിൽ കയറുകയും പാടുകയും ചെയ്യേണ്ടി വരികയാണ്. അപ്പോഴാണ് ആ ശുശ്രൂഷ, ഞാൻ അന്നാണ് ഈ പള്ളിയുടെ അകത്ത് ഇതുപോലെ ഹിന്ദിയിൽ എഴുതിയേക്കുന്നതും
തോമസ് പോൾ നിൽക്കുന്നതും ഞാൻ സൈഡിൽ നിൽക്കുന്ന ദർശനം അതേ സ്ഥലമാണ് ഞാൻ ആ സമയത്ത് കാണുന്നത്. ഞാൻ അപ്പോഴാണത് കാണുന്നത്. അതുവരെ ഈ മധ്യസ്ഥ പ്രാർത്ഥന മുറിയല്ലാതെ ഈ ചാപ്പലും ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വളരെ ഉറപ്പായി ദൈവം ആ ശുശ്രൂഷയ്ക്കായിട്ട് തമ്പുരാൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് തന്ന് അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും തന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി അവിടെ കൊണ്ടുവന്ന് ആ പാടാൻ കൂടെ ഉണ്ടായിരുന്നവരെ സുഖമില്ലാതെയായി അതെല്ലാം എനിക്കൊരവസരമായിട്ട് തന്ന് ആ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷ ആരംഭിക്കാനുള്ളൊരു അവസരമായിട്ട് അത് മാറി. അവിടുന്ന് പക്ഷേ അങ്ങനെയാണെങ്കിലും ഞാൻ ആ 5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു തീരുമാനം എടുത്ത് ഇത് അവസാനത്തെ പ്രോഗ്രാമാണ്, ഇത് പറ്റില്ല, ഇതല്ല എൻ്റെ മിനിസ്ട്രി. കാരണം രാവിലെ 3:30 മണിക്ക് എണീക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, വൈകിട്ട് 11 മണി വരെ, ഇതൊന്നും എൻ്റെ ശീലത്തിലില്ലാത്ത കാര്യങ്ങളാണ്. ഇത്രയും സമയമൊക്കെ വെറുതെ വിസുർബാനയുടെ മുമ്പിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്ത കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് തീരുമാനിച്ച് ഇത് വേണ്ട, വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് മാറണം എന്ന്. പക്ഷേ തിരിച്ച് നാട്ടിലെത്തി ഒരാഴ്ച ഞാൻ വീട്ടിൽ നിന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥിതിയൊക്കെ മാറി. എനിക്ക് എങ്ങനെയെങ്കിലും തോമസ് പോളിൻ്റെ മിനിസ്ട്രിയിൽ പോകണം, എങ്ങനെയെങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് തിരിച്ചു കയറണം. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കാനൊരു വഴിയില്ല, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. സാമ്പത്തികമായ കാര്യങ്ങൾ കുറച്ച് പൈസ ഈ ഇതായിട്ട് വാടകയായിട്ട് കിട്ടുന്നത് മാത്രമുണ്ട്, ബാക്കി അതുകൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം നോക്കാനുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ശുശ്രൂഷയ്ക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഭാര്യയായിട്ട് ഇത് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. ഒരു സൺഡേ ആയിരുന്നു. ഞാനും ഭാര്യയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ശുശ്രൂഷയ്ക്കാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ അതിനൊരു അടയാളം താ. എനിക്കിങ്ങനെ തോമസ് പോളിൻ്റെ മിനിസ്ട്രിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ഒരു കോൾ വരികയാണ്. ഫോൺ എടുത്തപ്പോൾ തോമസ് പോളിൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് സിസ്റ്റർ മരിയ ഉണ്ട്. ആ മരിയയാണ് എന്നെ വിളിക്കുന്നത്. ഉടനെ നാളെ ബോംബെയിൽ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് കുറച്ച് ബുക്സ് കൊണ്ടുപോകണം, ഇവിടുന്ന് കൊണ്ടുപോകാൻ ആരുമില്ല, ഒന്ന് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വരും. അപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് പോന്നിരുന്നത്. അന്നത്തെ ദിവസം കഴിഞ്ഞ ധ്യാനത്തിന് ഞാൻ ഇനി മേലാൽ ഈ പരിപാടി ഇല്ല എന്നുള്ളത് അവസാനിപ്പിച്ച് പറഞ്ഞ് പോകുന്നത്. കാരണം ഇവർക്ക് എന്നോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് ആ രീതിയിലാണ് പറഞ്ഞത്, ഈ പുസ്തകങ്ങളെല്ലാം ബോംബെയിൽ എത്തിക്കുക, ഇത്രയും മാത്രം ചെയ്തിട്ട് തിരിച്ചു പോരാൻ പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട്, അപ്പോൾ ബുക്കിംഗ് ഇല്ല, ബോംബെയിലേക്ക് പോകണമെങ്കിൽ ബുക്കിംഗ് ഇല്ല, ട്രെയിനിൽ എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല. അവസാനം അൺറിസർവ്ഡിൽ ഈ ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി ബോംബെയിലെത്തി. ബോംബെയിൽ അവിടെ ചെന്ന് ഒരു 5000-ഓളം ആളുകളുള്ള ഒരു വലിയ കൺവെൻഷനായിരുന്നു. കൺവെൻഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ, അവിടെ അവർ കൺവെൻഷൻ അറേഞ്ച് ചെയ്തിരുന്ന ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പുസ്തകം അടിച്ചിരിക്കുന്നതിലെ പാട്ടുകളൊന്നും ഈ കോർഡിനേറ്റേഴ്സ് തമ്മിലുള്ള പ്രശ്നം കൊണ്ട് പാടുന്നവർക്ക് ഈ പാട്ടുകളൊന്നും അറിയില്ല. പക്ഷേ പുസ്തകത്തിൽ അടിച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം അന്ന് കൊച്ചി മാത്യു അച്ഛൻ്റെ പാട്ടുകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പാട്ടുകളൊന്നും ഇവർ പാടി പരിചയമില്ലാത്തവരാണ്. പക്ഷേ ഞാൻ അതിനു മുമ്പ് കൊച്ചി മാത്യു അച്ഛൻ്റെ ധ്യാനം ഇവിടെ കൂടിയതുകൊണ്ട് ഈ പാട്ടുകളെല്ലാം എനിക്ക് ബൈ ഹാർട്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ആ കൺവെൻഷന് മുഴുവൻ അവിടെ പാടാനായിട്ട് കയറി. അങ്ങനെ അവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ആ 5 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാനാണ് പരിപാടിയെങ്കിലും ബ്രദർ എന്നോട് പറഞ്ഞ് ഒരു ധ്യാനം കൂടി കഴിഞ്ഞിട്ട് പോയിക്കോളാം. അങ്ങനെ പോയി 1 മാസം ഞാൻ നോർത്ത് ഇന്ത്യ മുഴുവൻ, കൽക്കട്ടയിലും ഒറീസയിലെല്ലാം വന്ന കൊടുങ്കാറ്റും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് അത്രയും ജനം മരിച്ച സമയത്തെല്ലാം ആ ഏരിയയിൽ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള അവിടെ ധ്യാനങ്ങളും, അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിഷൻ ഏരിയയിലുള്ള ഓരോ സ്ഥലങ്ങളിലും എന്താണ് അവസ്ഥയെന്നും അതിനുവേണ്ടി ആ വേദനയോടെ അവിടെ ഓരോ സ്ഥലത്തും പ്രവർത്തിക്കാനായിട്ട് വലിയൊരു അഭിഷേകം തമ്പുരാൻ തന്നു. തിരിച്ച് പോരുന്ന വഴി രാത്രി ഒരു 2 മണിക്ക് ട്രെയിനിൽ വെച്ച് ബ്രദർ വിളിച്ചെണീപ്പിച്ചു. കർത്താവ് നിന്നോട് പറയാനായിട്ടൊരു പ്രത്യേക കാര്യം ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറഞ്ഞു.
ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ ട്രെയിനിലിരുന്നുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥന ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഓരോ സെൻറ്ററുകൾ ഉണ്ടാക്കുക, ആ സെൻറ്ററുകളിൽ ആളുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക, അവരവിടെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുക, ഇതിൻ്റെ കോർഡിനേഷൻ നിന്നെ ഏൽപ്പിക്കാനായിട്ട് തമ്പുരാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ 3:30 എഴുന്നേറ്റ് 11 മണി വരെ വിശ്രമാനയുടെ മുമ്പിലിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സാധിക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഏറ്റെടുത്തില്ല. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഏറ്റെടുക്കില്ല, ഇത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാനിത് എന്തായാലും ചെയ്യില്ല എന്ന്. പക്ഷേ തിരിച്ച് ബ്രദറിൻ്റെ അവിടെ വന്ന് ഞങ്ങൾ ഓഫീസിലിരുന്ന് ബാക്കിയെല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഞാനിപ്പുറത്തിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് കയറിയിരുന്നു, പ്രാർത്ഥന തുടങ്ങി. ഞാനങ്ങ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ശക്തി തന്നുകൊണ്ട് എന്നെ അങ്ങ് ഉപയോഗിക്കുകയായിരുന്നു. ഞാനിങ്ങനെ പല വചനങ്ങളും ഒക്കെ വെച്ചങ്ങ് മധ്യസ്ഥ പ്രാർത്ഥന അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് നിർത്താൻ പറ്റണില്ല. ഞാനങ്ങ് ശക്തമായിട്ട് ഓരോ മേഖലകളെടുത്ത് പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ കുറേ നേരം ഞാൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ബോധം വന്നത്. അപ്പോൾ എന്നെ ബ്രദർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ അഭിഷേകം എന്താണെന്ന് ഇപ്പം തിരിച്ചറിഞ്ഞാന്ന് ചോദിച്ചു. ഇത്രയും നേരം അവരിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, പക്ഷെ നീ അവിടെ ചെന്നിരുന്ന് ആ പ്രാർത്ഥന ഏറ്റെടുത്ത് അതങ്ങ് നടത്തിയപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക ഒരു അഭിഷേകം, ഇത് ദൈവം തന്നെ നമ്മളെ ഉപയോഗിക്കണതാണ്. അതായത് അവിടെ എൻ്റെ കഴിവ് ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് അവിടെ ആ ദൗത്യത്തിന് വേണ്ടി നമ്മളെ അങ്ങ് ഒരുക്കുകയാണ്. ഇതെനിക്ക് വളരെ ബോധ്യമായി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ 100 അഡറേഷൻ സെൻറ്ററുകൾ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് തുടങ്ങാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശ്മീരിൽ നിന്ന് പീറ്റർ പിതാവ് അന്ന് വിളിച്ച് ബ്രദറിനോട് പറയുന്നത്, അവിടെ ഒരു ധ്യാനം നടത്തണം, വളരെ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഉടനെ ബ്രദർ പറഞ്ഞു, എനിക്ക് 1 വർഷത്തേക്ക് ധ്യാനം നടത്താനുള്ള ഒരു സാഹചര്യവും ഇല്ല, ഒരേ ഒരു വഴി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറച്ച് പേരെ ഇങ്ങോട്ട് വിടുക, എന്നിട്ട് ഇവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ബ്രദറിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ബ്രദർ പറഞ്ഞു, ഇവിടെ നിന്ന് 4 പേര് പോകുക, അവിടെ പോയിരുന്ന് വിശ്രവാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പ്രാർത്ഥന തുടങ്ങി. രാജ്കോട്ട് ബിഷപ്പ് ഹൗസിൽ, അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് അംബികാപൂർ, കുറേ സ്ഥലങ്ങളിൽ തുടങ്ങി. പക്ഷെ അത് പിന്നെ പലർക്കും ഇൻസ്പിറേഷനായി പല സ്ഥലങ്ങളിലും അഡറേഷനുകൾ ഇതുപോലെ 24 മണിക്കൂറും ഡേ ആൻഡ് നൈറ്റ് പ്രാർത്ഥന, അത് കണ്ടിന്യൂ ചെയ്യുക, ഒരിക്കലും അത് ക്ലോസ് ചെയ്യാതെ ആ വിശ്രവാന അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇതൊരു വലിയ മിഷനായിട്ട് ഈ നടത്തിയ സ്ഥലങ്ങളിലെല്ലാം വലിയ അനുഭവങ്ങളായിട്ട് മാറി. ഈ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് തന്നത് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക, 40 ദിവസം വെള്ളം മാത്രമൊക്കെ കുടിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആളുകൾ നമ്മുടെ മിനിസ്ട്രിയെ സമീപിക്കുന്നു, അവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ അവരെല്ലാം തമ്പുരാൻ തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ അവരെ ഒരുക്കുകയാണ് ആ ഒരു വലിയ വിളിക്കായിട്ട്. അതായത് അവിടെ പോയിരുന്ന് 24 മണിക്കൂറും 40 ദിവസം ഭക്ഷണം പോലും ഇല്ലാതെ, വെറുതെ വെള്ളം, ചായ അതുപോലെ ലൈറ്റായിട്ടുള്ള വെള്ളങ്ങൾ മാത്രം, ഭക്ഷണങ്ങളൊന്നുമില്ലാതെ ഉപവസിച്ച് ആ രാജ്യത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള വലിയ അങ്ങനെ ഒരു മിഷൻ തുടങ്ങി. അത് പിന്നെ അത് ലോകത്തിൻ്റെ പല മേഖലകളിലേക്ക്, യൂറോപ്പിൽ തുടങ്ങാനായിട്ട് 2000 യൂറോപ്പിൽ തുടങ്ങാനായിട്ട് ആദ്യത്തെ വിളി വന്ന് ജർമ്മനിയിൽ നിന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓഫീസിലിരുന്ന് യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വലിയൊരു പ്രേരണയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജർമ്മനിയിൽ നിന്ന് ആ പ്രാർത്ഥനയുടെ ഇടയിൽ നിന്ന് തന്നെ അവിടെ ബെല്ലടി കേട്ട് ചെന്ന് എടുക്കുമ്പോൾ അത് ജർമ്മനിയിൽ നിന്നൊരു സിസ്റ്ററാണ് വിളിക്കുന്നത്, ഈ തൃശ്ശൂർ എന്നുള്ളൊരു സിസ്റ്ററാണ്, സിസ്റ്റർ മാർഗരേറ്റ്. അപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട് അവിടെ ഒരു ധ്യാനം നടത്തണമെന്ന് പറയുകയാണ്. അപ്പോൾ തോമസ് പോൾ പറഞ്ഞ്, ഞാൻ ധ്യാനം നടത്താം, എൻ്റെ കൂടെ 4 പേര് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും വേണം. അപ്പോൾ അവർ പറഞ്ഞ് അതിനുള്ള സാമ്പത്തികമായ സാഹചര്യമൊന്നുമില്ല, അതുകൊണ്ട് ഒരാൾ വന്നാൽ മതി.
ബ്രദർ പറഞ്ഞ് വേണ്ട, എനിക്ക് ബാക്കി പൈസ ഒന്നും വേണ്ട, ഇവരുടെ ചിലവും എല്ലാം എനിക്ക് തരാനുള്ള പൈസ എന്ന് അങ്ങ് എടുത്താൽ മതി, എന്തായാലും അവരില്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതൊരു അവിടെ ഈ മിഷൻ തുടങ്ങാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയായിരുന്നു തമ്പുരാൻ. അത് അവിടെ ചെന്ന് ഞങ്ങൾ ജർമ്മനിയിൽ ആദ്യത്തെ അഡറേഷൻ സെൻറ്റർ തുടങ്ങി 3 മാസം അവിടെ പ്രാർത്ഥന നടത്തി. അവിടുത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 27 പേരാണ് അന്നത്തെ ആ ധ്യാനത്തിന് അവിടെ ഉണ്ടായിരുന്നത്. അത് ചെറിയൊരു സ്വിമ്മിങ് പൂള്, അതിൻ്റെ മുകളിൽ പ്ലൈവുഡൊക്കെ അടിച്ച് അതൊരു ചാപ്പലാക്കിയിട്ട് അവിടെയാണ് ധ്യാനങ്ങളൊക്കെ നടന്നിരുന്നത്. പക്ഷേ ആ പ്രാർത്ഥന ഈ 40 ദിവസം ഉപവാസവും അതും ഇതൊക്കെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ, പ്രായമായ ഒരു സ്ത്രീയാണ്, അവരവിടെ വന്ന് ആ ധ്യാനം കൂടുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇടയ്ക്ക് വന്നിരിക്കുമായിരുന്നു. ഒരു ദിവസം അവർ വന്നിട്ട് ഒരു കവറ് ആ സിസ്റ്ററിന് കൊടുത്തു. പള്ളി ധ്യാനം ഹാള് പണിയാനും ഒക്കെ ആയിട്ടുള്ള പൈസ, അതായത് അവരുടെ വീട് വിറ്റ കംപ്ലീറ്റ് പൈസ അവർ ഈ ധ്യാന സെൻറ്ററിന് കൊടുത്തു. അതൊരു വലിയ ധ്യാന ഹാളായി. അതിനുശേഷം ഇന്നിപ്പോൾ അവിടെ ഒരു 5000-ഓളം ആളുകൾ വരെ അവിടെ കൂടും. അത്രയും വലിയ ആളുകൾ കൂടുന്ന ഒരു സെൻറ്റർ അവിടെ വേറെ ഒരു സ്ഥലത്തും യൂറോപ്പിലില്ല. അത്രയും ആളുകൾ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സെൻറ്ററായിട്ട് അത് മാറി. അപ്പോൾ അതിൻ്റെ ആദ്യം ഈ ചെറുതായിട്ട് തുടങ്ങിയ സ്ഥലത്ത് ഡേ ആൻഡ് നൈറ്റ് പ്രാർത്ഥനയോടുകൂടി അത് തുടങ്ങി ആ മിഷൻ അവിടെ ആരംഭിച്ചു. ഇന്നിപ്പോൾ 10-15ഓളം സെൻറ്ററുകൾ ഇതുപോലെ 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന അഡറേഷൻ സെൻറ്ററുകൾ. പലപ്പോഴും ഈ ശുശ്രൂഷയിൽ നമുക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അവിടെ എല്ലാം കർത്താവിൻ്റെ വിളിയോട് വിശ്വസ്തത കാണിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഒരിക്കലുണ്ടായത്, എൻ്റെ മക്കൾ 2 പേരും അവർക്ക് ഫൈനൽ ഇയർ എക്സാമിൻ്റെ സമയത്താണ് ഞങ്ങളോട് പോകാൻ പറയുന്നത്. ജർമ്മനിയിൽ ഒരു സെൻറ്റർ തുടങ്ങണം, അങ്ങോട്ട് പോകാൻ പറയണം. അപ്പോൾ എൻ്റെ ഭാര്യയും ഞാനും ഒരുമിച്ചാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിങ്ങൾ ഈ അപ്പനും അമ്മയാണ് ഈ സമയത്ത് ഈ പിള്ളേർ ഫൈനൽ ഇയർ എക്സാമിൽ ഒരുങ്ങുന്ന, അതായത് 1 മാസമുണ്ട് അവരുടെ പരീക്ഷയ്ക്ക്. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് അപ്പനും അമ്മയും ഇതൊന്നും എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സാധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി, ഇത് പ്രാർത്ഥനക്കാർ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇത് ഒരു ദുർസാക്ഷ്യമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ തമ്പുരാനോട് വിശ്വസ്തത കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു തീരുമാനം. അവസാനം ഞങ്ങൾ അതിനു വേണ്ടി, ഇത് ഈശോ ഞങ്ങളോട് ശക്തമായി പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ബൈബിൾ എടുത്ത് തുറന്ന് അതിൽ കിട്ടിയത് ഇങ്ങനെയായിരുന്നു: നിങ്ങളെ വിദൂര ദേശത്തേക്ക് ഞാൻ അയക്കുന്നു, ആ ദൗത്യത്തിനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്ത് ഞാൻ വിദൂര ദേശത്തേക്ക് അയക്കുന്നു. ഇത്രയുമാണ് കിട്ടിയത്. മക്കളാണെങ്കിലും മക്കൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ സാഹചര്യത്തിൽ പോകണോ? അപ്പം എനിക്കിതിന് മറുപടി കൊടുക്കാൻ പറ്റണ്ടായിരുന്നില്ല. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഇത്രേ ഉള്ളൂ, നിങ്ങൾ ബൈബിള് തുറന്ന്, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ബൈബിള് തുറന്നിട്ട് ഈശോ എന്ത് പറയുന്നു അത് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ബൈബിൾ തുറന്നിട്ട് ഈശോ എന്താണ് അവിടെ പറയുന്നത് അത് ഞങ്ങൾ ചെയ്യാം. അവർ തുറന്നു, അവർ ബൈബിളെടുത്ത് തുറന്ന് പ്രാർത്ഥിച്ച് തുറന്നെടുത്തിട്ട് ബൈബിൾ അടച്ച് നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച്, അവിടെ എന്താണ് പറഞ്ഞത്? ഈശോ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? അവർക്കും ഇതേ അവസ്ഥ തന്നെ കിട്ടിയത്. പോവുക, അങ്ങ് വിദൂരത്തേക്ക് പോവുക, ഇതാണ് അവർക്ക് കിട്ടിയ വചനം. അവർ പിന്നെ ഒരു സംശയമില്ല, കാര്യം കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറയുകയാണ്. പക്ഷെ ആ പ്രാവശ്യത്തെ പരീക്ഷ എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ മൂത്തവൾ BScക്ക് യൂണിവേഴ്സിറ്റി 3rd റാങ്കായിരുന്നു. അപ്പോൾ അത് അവൾ പറയുന്നത്, ഞാൻ ഈ റാങ്ക് കിട്ടുന്ന വിധത്തിലുള്ളൊരു പഠനമൊന്നും ഉണ്ടായിട്ടില്ല, ഇത് വലിയൊരു ദൈവത്തിൻ്റെ കൃപ, അല്ലെങ്കിൽ ദൈവം വലിയൊരു അടയാളമായിട്ട് തന്നാണ്, അല്ലെങ്കിൽ വലിയൊരു സാക്ഷ്യത്തിനായിട്ട് തന്നാണ്.
ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന എന്നുള്ള വലിയൊരു അടയാളമാണ് ഈ റാങ്ക് എന്നാണ് അവൾ പറഞ്ഞത്. എൻ്റെ ഭാര്യയ്ക്കുള്ളൊരു പ്രത്യേക ഗുണം, അവൾ ഒരിക്കലും കുർബാന മുടക്കില്ല, ഒരു ദിവസം പോലും കുർബാന മുടക്കില്ല. അത് തന്നെയാണ് എൻ്റെ മക്കളും, അവരും കുർബാന മുടക്കിയിട്ടുള്ളൊരു പരിപാടിയില്ല. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ വേറെ ഒരിക്കലുണ്ടായൊരു സംഭവമാണ്, ഞങ്ങൾ അമേരിക്കയിൽ ഒരു സെൻറ്റർ തുടങ്ങാനായിട്ട് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളുടെ വീട് പൊളിച്ചിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാനുള്ള എല്ലാം ചെയ്തു വെച്ചേക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, 1 വർഷത്തേക്ക് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഈ പണി തീർക്കുന്നത് വരെ എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത് അവിടെ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. 8 മാസം കൊണ്ട് പണി തീർക്കേണ്ടതാണ്. 4 നില ബിൽഡിങ്ങാണ്. അപ്പോൾ ഇത് തീർക്കണമെങ്കിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടാകാതെ പറ്റില്ല. സംഭവം ഇത് പൈലിങ് തുടങ്ങിയ നിമിഷം തന്നെ വലിയൊരു റിസഷൻ ഉണ്ടായി, എല്ലാം സ്റ്റക്കായി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാനിത് ഈ തീരുമാനം എടുക്കുകയും ചെയ്തു, പോകണ്ടെന്ന് തീരുമാനിച്ച് നിൽക്കണം. അവസാനം പൈലിംഗ് മെഷീൻ അടിച്ചത്, ആദ്യത്തെ പൈല് തന്നെ ഒടിഞ്ഞ്, അതിൻ്റെ ആ പൈലിംഗ് ഷാഫ്റ്റ് ഒടിഞ്ഞ് അതവരവിടെ ഇട്ടിട്ട് പോയി. രണ്ടാമത് അടുത്ത മെഷീൻ കൊണ്ടുവന്ന് അതും ഒടിഞ്ഞ് അവിടെ ഇട്ടിട്ട്, അങ്ങനെ 3 മാസം വരെ അവർ ആ പണിയൊക്കെ നിർത്തി എല്ലാവരും പോയി. 3 മാസമായപ്പോൾ എനിക്ക് ആകെ പ്രയാസമായി. ദൈവമേ, ഇത് 8 മാസത്തിൽ തീരില്ല, ആകെ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി രാവിലെ കുർബാനയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, നമ്മൾ ഇവിടെ ശുശ്രൂഷയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കുന്നതായിരിക്കും ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം, നമുക്ക് പോകാനായിട്ട് ബ്രദറിനെ വിളിച്ച് കാര്യങ്ങൾ പറയാം. ഇത് പറഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ കർത്താവ് തിരഞ്ഞെടുത്ത് പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നവരാണ്. നിങ്ങൾ ശരിക്കും ആ ശുശ്രൂഷ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പം ഈ സംഭവത്തിനെല്ലാം കാരണം. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക, നിങ്ങൾ ഉടനെ പോകുക എന്നുള്ളൊരു കാര്യം അങ്ങ് തീരുമാനിക്കുക. ഉടനെ ഞങ്ങളത് കുർബാനയ്ക്ക് അവിടെ പോയി പള്ളിയിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ നേരെ തോമസ് പോളിനൊരു മെയിൽ അയച്ച് ഞങ്ങൾ ഉടനെ വരാൻ റെഡിയാണ്. അത് തീരുമാനിച്ച നിമിഷം അവിടെ വലിയൊരു അത്ഭുതം ഉണ്ടായി. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ കൺസ്ട്രക്ഷൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങൾ ഉടനെ അമേരിക്കയ്ക്ക് പോകുന്നു. അവിടെ അതായത് പിന്നെ വിസയുടെ സമയമൊക്കെ അങ്ങനെ ഒരു മാസം കൂടി എടുത്ത് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോൾ 6 മാസം കൊണ്ട് അവർ ഈ 4 നില ബിൽഡിങ് കംപ്ലീറ്റ് തീർത്ത് ഞങ്ങൾക്ക് ജാനുവരി 1 താമസിക്കാൻ പറ്റിയ വിധത്തിൽ എല്ലാ പണിയും തീർത്ത് അവർ തരികയാണ്. ഇതൊരു വലിയ അത്ഭുതമാണ്. അവിടെയുള്ള ആ ഏരിയയിലുള്ള എല്ലാവരും പറയും 6-7 മാസം കൊണ്ട് ഇത്രയും വലിയ ബിൽഡിങ് തീർത്ത്. കാര്യം 150ഓളം ടൈല് പണിക്കാർ തന്നെ അതിൻ്റെ അകത്ത് പണിതിട്ടുണ്ട്. അത്രയും ഫാസ്റ്റായിട്ടാണ് അത് പണിത് തീർത്തത്. ഇതൊരു അത്ഭുതമായിരുന്നു അത്. അപ്പോൾ കർത്താവ് ഇതിലൂടെ എല്ലാം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് മാറ്റി നിർത്തി നമ്മളെ അത് വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം തമ്പുരാൻ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ ഇതുവരെ ഇപ്പോൾ 22 വർഷമായി ഞാൻ തോമസ് പോളിൻ്റെ കൂടെ ഈ ശുശ്രൂഷയായിട്ട് നിൽക്കുന്നത്. ഒരു കുറവും എൻ്റെ ജീവിതത്തിൽ വരാതെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഈശോയുടെ കാര്യത്തിൽ അതേപോലെ വിശ്വസ്തയോടെ നിൽക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അതിനൊരടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. എൻ്റെ കുടുംബത്തിനും എൻ്റെ ശുശ്രൂഷയ്ക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി. യാക്കോബിൽ നിന്ന് നക്ഷത്ര
ഇസ്രായേലിലോ ചെങ്കോലുയരും. യൂദാവംശത്തിൻ സിംഹമായിരുന്നവൻ, ദാവീദിന്റെ വേര് ആയിരുന്നവൻ. യൂദാവംശത്തിൻ സിംഹമായിരുന്നവൻ, ദാവീദിന്റെ വേര് ആയിരുന്നവൻ. കൊല്ലപ്പെട്ട കുഞ്ഞാടേ നീ സ്തുതിക്കു യോഗ്യൻ, നിന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തല്ലോ. കൊല്ലപ്പെട്ട കുഞ്ഞാടേ നീ സ്തുതിക്കു യോഗ്യൻ, നിന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തല്ലോ. ഗോത്രങ്ങളും ഭാഷകളും ജനതകളും രാജ്യങ്ങളിൽ നിന്നുള്ളോരെ വിലയ്ക്ക് വാങ്ങി. ഗോത്രങ്ങളും ഭാഷകളും ജനതകളും രാജ്യങ്ങളിൽ നിന്നുള്ളോരെ വിലയ്ക്ക് വാങ്ങി. പാപിയായ എന്നെ ഇന്ന് രക്ഷിച്ചിടുവാൻ സമാധാന രാജാവേ നീ ശക്തനാണല്ലോ. പാപിയായ എന്നെ ഇന്ന് രക്ഷിച്ചിടുവാൻ സമാധാന രാജാവേ നീ ശക്തനാണല്ലോ. ധനവും ജ്ഞാനവും ആധിപത്യവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവിൻ. ധനവും ജ്ഞാനവും ആധിപത്യവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവിൻ. യാക്കോബിൽ നിന്ന് നക്ഷത്രം വരും, ഇസ്രായേലിലോ ചെങ്കോലുയരും. യാക്കോബിൽ നിന്ന് നക്ഷത്രം വരും, ഇസ്രായേലിലോ ചെങ്കോലുയരും. യൂദാവംശത്തിൻ സിംഹമായിരുന്നവൻ, ദാവീദിന്റെ വേര് ആയിരുന്നവൻ. യൂദാവംശത്തിൻ സിംഹമായിരുന്നവൻ, ദാവീദിന്റെ വേര് ആയിരുന്നവൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുവിശേഷം എല്ലാവർക്കുമുള്ളതാണ്. ആ വിഷയത്തെ ധ്യാനിച്ച് നാം എല്ലാവരും ഇപ്പോൾ കർത്താവിൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമുക്കെല്ലാവർക്കും സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കാം. സുവിശേഷം ഇനിയും അറിയാത്ത അനേകായിരങ്ങളെ, യേശു എന്ന വാക്ക് കേൾക്കാത്ത അനേകായിരങ്ങളെ നമുക്കിപ്പോൾ യേശുവിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, തീഷ്ണമതികളായ സുവിശേഷകരെ സഭയ്ക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുകയാണ്. സർവ്വലോകത്തിൻ്റെയും അതിനാഥനായ കർത്താവാണ് തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. സർവപ്രപഞ്ചത്തിനും സർവജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടവനാണ് കർത്താവായ ഈശോ. ഈശോയെ രുചിച്ചറിഞ്ഞവർ ആ രുചി ഈശോയെ അറിയാത്തവരുമായി പങ്കുവയ്ക്കണമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ മിസ്സിയോ 2020
ആദ്യ ദിവസം തന്നെ നിങ്ങളുമായി സഭ പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു മിഷണറിയാകാൻ, ഒരു ദൈവ വിളി സ്വീകരിക്കാൻ, അത് വൈദികനാകട്ടെ, സന്യസ്തരാകട്ടെ, അൽമായരാകട്ടെ, വചനപ്രഘോഷണ മേഖലയിലേക്ക്, മിഷൻ മേഖലയിലേക്ക്, ഇനിയും കർത്താവിനെ അറിയാത്തവർക്ക് വേണ്ടി, ഇനിയും സുവിശേഷം കേൾക്കാത്തവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും കർത്താവിനെ നോക്കിക്കൊണ്ട് കൃപ ഞങ്ങൾക്ക് നൽകണമേ, വചനം പങ്കുവയ്ക്കാൻ, സുവിശേഷം പങ്കുവയ്ക്കാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് അഭിഷേകം ചോദിച്ചു വാങ്ങാം. എല്ലാവരും ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ശക്തമായ പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയൊരു അഭിഷേകം കേരള സഭയ്ക്ക് ഇന്ന് ലഭിക്കട്ടെ. പ്രൊക്ലമേഷൻ കമ്മീഷനിലൂടെ എല്ലാവർക്കും സുവിശേഷം എന്ന വലിയ സന്ദേശം ലോകത്തിന് നൽകുന്ന കർത്താവേ, അതിനുള്ള വലിയ അഭിഷേകം വചന പ്രഘോഷണ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. പൊന്തിഫിക്കൽ മിഷൻ ഓർഗനൈസേഷനോട് ചേർന്ന്, പ്രൊക്ലമേഷൻ കമ്മീഷനോട് ചേർന്ന്, കേരള സഭയിലെ അഭിവന്യ പിതാക്കന്മാരോട് ചേർന്ന് ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവിനെ കേൾക്കാത്തവർക്ക് വേണ്ടി, ഇനി സുവിശേഷം അറിയാത്ത നാടിനെയും ദേശത്തെയും വ്യക്തികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ശക്തി നൽകണമേ, അഭിഷേകം നൽകണമേ, കൃപ നൽകണമേ, വരങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തുറക്കപ്പെടട്ടെ, സ്വർഗം തുറക്കപ്പെടട്ടെ. സ്വർഗത്തിൽ നിന്ന് സുവിശേഷത്തിന്റെ അഗ്നി ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. അഗ്നി ഇറങ്ങട്ടെ. നാനാജാതി മതസ്ഥരുടെ മേൽ, നാനാ ഭാഷക്കാരുടെ മേൽ, കർത്താവിനെ അറിയാത്ത വ്യക്തികളുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. അതിനായി അനേക സുവിശേഷകർ ഉയർത്തെഴുന്നേൽക്കട്ടെ, വചന പ്രഘോഷകർ ഉയർത്തെഴുന്നേൽക്കട്ടെ, മിഷണറിമാർ ഉയർത്തെഴുന്നേൽക്കട്ടെ. ഈ മിസിയോ 2020 ദേശം ഉണരട്ടെ, സഭ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഇന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ദൗത്യം നൽകാനാണ്. യേശുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച എല്ലാവരുടെ മേൽ ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ. മിഷന് വേണ്ടിയുള്ള ദാഹത്തിന്റെ അഭിഷേകം, യേശുവിനെ അറിയാത്ത ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, സ്വർഗത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, സുവിശേഷം കേൾക്കാത്ത, വചനം കേൾക്കാത്ത എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അവരെല്ലാവരും ഒരുക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന് വേണ്ടി തുറക്കപ്പെടട്ടെ. കർത്താവായ ഈശോയെ, പ്രൊക്ലമേഷൻ കമ്മീഷന്റെ മിസിയോ 2020 സഭയ്ക്ക് പുതിയൊരു അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം, കൃപകളുടെ, വരങ്ങളുടെ അഭിഷേകം ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൃപകൾ ഒഴുകട്ടെ, വരങ്ങൾ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. മെത്രാന്മാരിലേക്ക്, വൈദികരിലേക്ക്, സിസ്റ്റേഴ്സിലേക്ക്, ആത്മായ സഹോദരങ്ങളിലേക്ക്, അവരിലൂടെ ലോകം മുഴുവനിലേക്ക്
ശക്തിക്ക് നാനാജാതി മതസ്ഥരുടെ മേൽ, നാനാ വർഗക്കാരുടെ മേൽ, തീവ്രവാദികൾ മാനസാന്തരപ്പെടാൻ, പാപികൾ മാനസാന്തരപ്പെടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭീകരവാദങ്ങളെല്ലാം വിട്ടുമാറട്ടെ. കർത്താവിനെ ലോകം മുഴുവൻ സ്വീകരിക്കട്ടെ. അന്ധകാര ശക്തികളുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ഒരേ ഒരു നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അത് ഈശോയാണ്. ഈശോ ഈ ലോകത്തിൻ്റെ രക്ഷയുടെ അടയാളമാണ്. അത് പാപിക്കും, അത് കൊലപാതകിക്കും, അത് വഞ്ചന നടത്തുന്നവർക്കും ദുഷ്ടർക്കും കർത്താവ് സമീപസ്ഥനാണ്. ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും മഴ പെയ്ച്ച തമ്പുരാനാണ് തൻ്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയത്. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. അപ്പോൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം ലോകം മുഴുവനുമുള്ള സകല ജാതി മനുഷ്യർക്കും വേണ്ടിയാണ്. പ്രത്യേകിച്ച് കർത്താവിനെ സ്വീകരിക്കാത്തവർ, കർത്താവിനെ കേൾക്കാത്തവർ, കർത്താവിൽ വിശ്വസിക്കാത്തവർ, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള വലിയൊരു അഭിഷേക സമാപന ആരാധന ശുശ്രൂഷയിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. സാഷ്ടാംഗം വീഴുക ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണമെന്നുമെന്നും. പാവനാത്മാവിനും ഔവികം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായ വിസ്മയാവഹമായ കൂദാശ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളെന്ന് വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.